നേരത്തെ നമ്മളുടെ മേൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് നമ്മളുടെ കാർണൽ സെൽഫ്, അല്ലെങ്കിൽ കേടുപറ്റിയ, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തോട് ആഭിമുഖ്യമുള്ള പിശാചിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പിശാച് പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെൽഫായിരുന്നു, നമ്മളുടെ സ്വയമായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. സ്വയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഭരിച്ചിരുന്നത് ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മൾ ഭരിച്ചത് ശരിക്കും പിശാചിന്റെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മൾ കസേരയിലിരിക്കുന്നത് സെൽഫാണെങ്കിലും പിന്നിൽ പ്രവർത്തിച്ചത് ശരിക്കും പിശാചാണ്. ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. പണ്ട് ഫോർഡ് സ്കാമിൽ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു പോകേണ്ടി വന്നു. അപ്പോൾ റാബ്രി ദേവിയെ കയറ്റി സിംഹാസനത്തിലിരുത്തി. പക്ഷെ ഭരിക്കുന്നത് ലാലു തന്നെ ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സെൽഫാണ് മുന്നിൽ വന്നിരിക്കുന്നതെങ്കിലും പുറകിലിരുന്ന് ഭരിക്കുന്നത് ആര് തന്നെയായിരുന്നു? പിശാച് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം പിശാചിന് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നതായ സമയത്താണ് യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ സെൽഫിനെ, നമ്മുടെ കാർണൽ സെൽഫിനെ വലിച്ചു താഴെ ഇറക്കി 3 ആണികളിൽ ക്രൂശിച്ചിട്ട് ആ സിംഹാസനത്തിലേക്ക് യേശുവിനെ കയറ്റിയിരുത്തി അവിടെ യേശു ഭരണം നടത്തുന്നു. അതാണ് വാസ്തവത്തിൽ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. എന്നാൽ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്ന കൊലോസ്യ ലേഖനത്തിലെ വാക്യം നമ്മൾ വായിക്കുകയുണ്ടായല്ലോ. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിലും പിന്നീടുള്ള നാളുകളിൽ നമ്മൾ സ്വീകരിച്ച യേശുവിന്റെ പിന്നാലെ നമ്മൾ നടക്കുകയാണ്, അനുഗമിക്കുകയാണ്. അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ പാത പിന്തുടരുക, അവൻ കാലെവിടെ വെച്ചോ അവിടെ നമ്മുടെ കാലും വെക്കുക എന്നുള്ളതാണ് ശരിക്കും അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവൻ പോയ പാതയൊഴികെ വേറെ ഒരു പാതയും നമുക്ക് പിൻപറ്റുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് യേശു കർത്താവ് പറയാണ്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ലൂക്കോസ് 14 അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ട കാര്യം, അങ്ങനെ തന്നെ നിങ്ങൾ തനിക്കുള്ളതൊക്കെയും വിട്ടുപിടിയുന്നില്ല എങ്കിൽ ഒരുവന് എന്റെ ശിഷ്യനാകുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നമുക്കുള്ളതിനെ ഉപേക്ഷിക്കണം, നാം നമ്മെ തന്നെ ഉപേക്ഷിക്കണം. ഈ 2 കാര്യങ്ങളാണ് അവനെ അനുഗമിക്കുന്നതിന്റെ അത്യന്താപേക്ഷിത ഘടകമായി, അല്ലെങ്കിൽ അനിവാര്യതയായി, ഇന്നോവേറ്റബിലിറ്റി എന്ന് പറയുന്ന അതായിട്ട് നമ്മൾ കണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഡിനൈ എവറിഥിങ് ദാറ്റ് വി ഹാവ്. നമുക്കുള്ളതെല്ലാം. പക്ഷെ നമുക്കുള്ളതെല്ലാം എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നാം നമ്മെ തന്നെ ത്യജിക്കേണ്ടി വരുന്നുണ്ട്. നമുക്കുള്ളതെല്ലാം നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവസാനം നാം എന്ന് പറയുന്നത്, നിങ്ങളെ സ്റ്റോറിയിൽ കേട്ട ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താണ്, അയാളുടെ കയ്യിലുണ്ടായിരുന്ന പണവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തു. പക്ഷെ അവസാനം ഇത് കൊടുക്കാൻ പോകുന്ന, സ്വർഗരാജ്യം കൊടുക്കാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്ന ആൾ പറഞ്ഞു, പക്ഷേ യു ഹാവ് അനദർ വെൽത്ത് ദാറ്റ് യു ഹാവ്, ആൻഡ് ദാറ്റ്സ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ദാറ്റ് യു ഹാവ്. ഇറ്റ് ഈസ് യു യുവർ സെൽഫ്. നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് യേശുവിന്റെ ശിഷ്യനാകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കുള്ളതിനെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ നമ്മളെ ഉപേക്ഷിക്കാതിരിക്കാൻ കഴിയും. അങ്ങനെ പല ആളുകളുണ്ട്, അവർ സെൽഫിന്റെ ആളുകളാണ്. എന്നാൽ നമുക്കുള്ളതിനെ ഉപേക്ഷിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതിനെ ഉപേക്ഷിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ട കാര്യം, ഞാൻ എന്നെ തന്നെ ത്യജിച്ചിട്ടാണോ ഞാൻ യേശുവിന്റെ പിന്നാലെ പോകുന്നത്? എന്നെ തന്നെ ത്യജിക്കുമ്പോൾ പിന്നെ ഞാൻ ഇല്ല. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. എന്നിൽ ജീവിക്കുന്നത് യേശുവാണ് എന്ന് നമ്മൾ കണ്ടു. ക്രൂശ് എന്ന് പറയുന്നത് മരണത്തിന്റെ സിമ്പലാണ്. അത് ഒരിക്കലും ഒരു സഫറിങ്ങിന്റെ സിമ്പലല്ല, പ്രത്യുത മരണത്തിന്റെ സിമ്പലാണ്. അതുകൊണ്ടാണ് പിലാത്തോസ് പറഞ്ഞു, ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഇല്ല, അവനെ ക്രൂശിച്ചല്ലേ പറ്റുള്ളൂ. കാര്യം ക്രോസ് മീൻസ് ഡെത്ത്. അതിൽ കുറഞ്ഞൊരു കാര്യമല്ല. ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാണ്, അതിൽ കുറഞ്ഞൊരു കാര്യമല്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, എന്താണ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ നടക്കട്ടെ. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇന്നലെ അവസാനം പറഞ്ഞു നിർത്തിയത്. എന്താണ്, ക്രൂശിക്കപ്പെടുവാനായിട്ട് വിധിക്കപ്പെട്ട ഒരു വ്യക്തി എവിടെ വെച്ച് ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടുവോ അവിടെ മുതൽ അവൻ ക്രൂശിക്കപ്പെടേണ്ട ആ സ്ഥലം വരെയും അവൻ ക്രൂശിക്കപ്പെടേണ്ട ക്രൂശ എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ള അവന്റെ ചുമതലയാണ്. അത് അവന്റെ ഡ്യൂട്ടിയാണ്. യേശു അതുകൊണ്ടാണ് ആ ഭാരമേറിയ ചുമട് ആയ കുരിശ എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നത്. എന്നാൽ മറ്റാരും അതെടുക്കാൻ തയ്യാറാകാതിരുന്ന അതിന്റെ ക്രൂശിന്റെ ഭാരം കൊണ്ട് മാത്രമല്ല, പ്രത്യുത ക്രൂശ് എടുത്തുകൊണ്ട് ഒരുത്തൻ നടന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവന് ചില മണിക്കൂറുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് യേശു തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് പ്രധാനമായും ഇതാണ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ പോലെ വേണം അവൻ എന്നെ അനുഗമിക്കുവാൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ എന്നാൽ പിന്നെ 2 ഏക്കർ വസ്തുവിൽ എഴുതിച്ചേക്കാം എന്ന് ഒരിക്കലും ചിന്തിക്കത്തില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ ലോകത്തിന്റെ മോഹങ്ങളുടെ പിന്നാലെ പോവുകയില്ല. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം ഓർക്കണം. സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, കൺസിഡർ ദിസ് ഡേ ആസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. പക്ഷേ വേദവസം പറയുന്നതല്ല, കൺസിഡർ ദിസ് ഡേ ആസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം ഇന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ആ രീതിയിൽ വേണം നിങ്ങൾ യേശുവിനെ അനുഗമിക്കുവാൻ. നാളെ എനിക്ക് മറ്റൊരു ദിവസം ഇല്ല എന്നുള്ള നിലയിൽ. മറ്റൊരു ദിവസം ഇല്ല എങ്കിൽ നിങ്ങൾ ഇന്ന് എല്ലാവരോടും പിണങ്ങിയിരിക്കാൻ നോക്കുമോ? ഇനി നാളെ വൈകുന്നേരം നിങ്ങൾ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ വെളുപ്പിനെ ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? എന്നാൽ പിന്നെ 2 പേരോടെ കുത്തിക്കൊല്ലാമെന്നൊന്നും ആരും ചിന്തിക്കത്തില്ല. നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്?
എനിക്ക് ആരോടും പിണക്കമില്ലാതെ ആരോടും കർത്താവിന്റെ, ഇഫ് യു ആർ എ സൺ ഓഫ് ഗാഡ്, ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുമായിട്ടും നിരപ്പ് പ്രാപിക്കാനായിരിക്കും പരിശ്രമിക്കുന്നത്. തീർച്ചയായും ആ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സകല ടെലിഫോൺ നമ്പറും വിളിച്ചിട്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ആളുകളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. കാര്യം യു ഹാവ് ഓൺലി 1 day ലെഫ്റ്റ്. വാസ്തവത്തിൽ അതുപോലെയുള്ള ഒരു ലൈഫാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ശരിക്കും 11th അവറിൽ വന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ പോലെയുള്ളൊരു മനോഭാവത്തോടുകൂടെ വേണം ഓരോ ദിവസവും നമ്മൾ ജീവിക്കാൻ. ഓക്കെ, ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു നമ്മളോട് ക്രൂശ് എടുക്കാൻ പറയുന്നതിന് മുമ്പ് അവൻ ക്രൂശ് എടുക്കുന്നതിന് തീരുമാനമെടുത്തതിന് ശേഷമാണ് നമ്മളോട് ക്രൂശ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. യേശു ക്രൂശ് എടുക്കുന്നത്, ശരിക്കും യേശു ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് ജസ്റ്റ് the cross that we see on Calvary. It was the cross of Jesus Christ. In fact, he was taking up his cross. ആ ക്രൂശിലാണ്, കാൽവറി ക്രൂശിലാണ് അവൻ മരണമടഞ്ഞതെങ്കിലും ആ ക്രോസ് എക്സ്പീരിയൻസ് യേശുവിന്റെ ജീവിതത്തിൽ ഫ്രം ദ വെരി ബിഗിനിങ്. ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഐ എന്നുള്ളത് കട്ട് ചെയ്യുന്നതാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ ക്രോസ് എന്ന് പറയുന്നത് ഐ കട്ട് ചെയ്യുന്ന ആ ഒരു അനുഭവം, അതായത് എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കാത്തൊരു അനുഭവം, അതാണ് ശരിക്കും ക്രോസ് എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ല. യേശുവിന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും അവന് വേണ്ടി ജീവിച്ചിട്ടില്ല. He was living always for others. So all his life he was taking up his cross. You understand what I say? In fact, he was crucified when he was 33 years old. But he was taking up his cross daily, all his life. അവന്റെ ജീവിതത്തിൽ ഉടനീളം അവൻ ക്രൂശ് എടുത്തുകൊണ്ടാണ് നടന്നത്. ഫ്രം ദ വെരി ബിഗിനിങ്. തിങ്ക് അബൌട്ട് ഹിസ് ബർത്ത്. അവന്റെ ജനനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനനത്തിന്റെ കാലം മുതൽ ജനിച്ചു വീഴാനായിട്ട് ഒരു സ്ഥലമില്ലാത്ത അവന് ജനിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഈ സത്രത്തിൽ സ്ഥലമില്ലായക കൊണ്ട് അവനെ പശുത്തൊഴുത്തിൽ കിടത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പശുത്തൊഴുത്തിലാണ് അവൻ ജനിച്ചതെന്ന് പോലും പറയുന്നില്ല. ദാറ്റ് മീൻസ് അതുപോലെ ജനിച്ചു വീഴുവാൻ ഒരു പശുത്തൊഴുത്ത് പോലും ഇല്ലാതിരുന്ന ആള്. പശുത്തൊഴുത്തിലാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അതുപോലും കൃത്യതയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജനിച്ചു കഴിഞ്ഞിട്ട് അവനെ കിടത്താൻ സ്ഥലമില്ലായകയാൽ എന്ത് ചെയ്തു? പശുത്തൊഴുത്തിൽ അവനെ കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവന്റെ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ഹിസ് ഡെത്ത്, ഇൻഫൻസിയുടെ ആദ്യത്തെ ദിവസം മുതൽ ഹി വാസ് ടേക്കിംഗ് അപ്പ് ഹിസ് ക്രോസ്. ആൻഡ് തിങ്ക് അബൌട്ട് ഹിസ് ഫ്ലീയിങ് ഫ്രം നാസറത്ത്, ഫ്രം ഇവിടെ ജുഡിയായിലെ ബത്ലഹേമിൽ നിന്ന് ഈജിപ്റ്റ് വരെ ഓടിപ്പോകേണ്ടതായ ആ സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? അവന്റെ ഏറ്റവും ഇൻഫൻസിയിൽ മെനി ഓഫ് ദ ടൈംസ് ഹി വാസ് ലിവിങ് ഇൻ ഈജിപ്റ്റ്. ശരിക്കും ഞാൻ ഈജിപ്തിൽ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, അവിടെയുള്ള ആളുകളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, അവിടുത്തെ കോപ്റ്റിക് ക്രിസ്ത്യൻസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും കോപ്റ്റിക് ക്രിസ്ത്യൻസിൽ പലരുടെയും വായനയിൽ ഉള്ളത്, പലപ്പോഴും കോപ്റ്റിക് ക്രിസ്ത്യൻസിന്റെ വായനയിലുള്ള അല്ലെങ്കിൽ അവരുടെ വേദപുസ്തകത്തിനകത്ത് നല്ലൊരു ശതമാനം കഥകളും പറയുന്നത് ഇൻഫന്റ് ജീസസ് ഇവിടെ ഈജിപ്തിൽ വന്നപ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അവരുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. ദൈവത്തിന്റെ ഒരു പ്രത്യേക നിയോഗത്തോടുകൂടെ ഞാൻ കുറെ ദിവസങ്ങൾ, കുറെ ആഴ്ചകൾ ഞാൻ ഈജിപ്തിൽ താമസിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ദ വെരി ഇൻഫൻസി ടൈം ഹി വാസ് ഫ്ലീയിങ്. അവന് ഒരു വീടില്ലായിരുന്നു മാത്രമല്ല, അവൻ ഓടി നടക്കേണ്ട ഒരു ജീവന് വേണ്ടി പരക്കം പായേണ്ട ഒരു സ്റ്റേജ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ പോയാലും കർത്താവിന് മനസ്സിലാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. കാരണം ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും നമുക്ക് നേരിടാൻ കഴിയുന്ന ഏത് പരിശോധനകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും യേശു കർത്താവ് കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ നമുക്ക് ഒരു വിശ്വസ്ത മഹാപുരോഹിതനാകുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതായത് ഒരു അഭയാർത്ഥിയുടെ ലൈഫ് എന്താണെന്ന് ഞാൻ അഭയാർത്ഥികളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഈജിപ്തിലുണ്ടായ സമയത്ത് സുഡാനിൽ നിന്ന് ഓടി വന്നിട്ടുള്ള അഭയാർത്ഥികളായ സുഡാനീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന മൊസാംബിക്കിൽ നിന്ന് സിവിൽ വാറിന്റെ സമയത്ത് മലാവിയിലേക്കും മറ്റ് ഫ്രീ കൺട്രീസിലേക്ക് കിലോമീറ്ററുകൾ ഓടിപ്പോയിട്ടുള്ള ഗർഭിണികളായ സ്ത്രീകളുടെ സ്റ്റോറീസ്, അവരുടെ മക്കള് അങ്ങനെ ഓടിപ്പോയ ആളുകൾ, അവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം ആ റെഫ്യൂജീസിന്റെ ട്രബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ യേശു പറഞ്ഞു കേൾക്കുക മാത്രമല്ല, ഒരു റെഫ്യൂജിയുടെ സ്റ്റേജിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു റെഫ്യൂജിക്ക് പോലും പറയാൻ പറ്റത്തില്ല, ഞാൻ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല യേശുവെ, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് യേശുവിനോട് പറയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും അതിന് സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ യേശു കർത്താവ് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലേ? എത്ര അത്ഭുതകരമായിരിക്കുന്നു എന്ന് തന്നെയല്ല, ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്രോസ് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ ഹി വാസ് ടേക്കിംഗ് അപ്പ് ഹിസ് ക്രോസ് ഇൻ ഹിസ് ഓൾ ഹിസ് ലൈഫ്. അവന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഹി വാസ് ടേക്കിംഗ് അപ്പ് ഹിസ് ക്രോസ്. ഒരു പക്ഷേ കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെടുമ്പോഴാണ് അവൻ മരണം അനുഭവിക്കുന്നതെങ്കിലും ജീവിതത്തിൽ അവൻ കുരിശ് എല്ലായ്പ്പോഴും അനുഭവിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും അത് ഒരു ശരിയായ വാസ്തവമായിരിക്കേണ്ടതാണ്
എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വാസ്തവമായിരിക്കണം. ഒരുപക്ഷെ കാൽവറി ക്രൂസിനെ പോലെ ഒരു ക്രൂസിൽ മരിക്കപ്പെടാനുള്ള ഭാഗ്യമൊന്നും, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, അങ്ങൊരു ഭാഗ്യമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെന്നിരിക്കും. പക്ഷേ യേശു ജീവിതത്തിൽ ക്രൂശ് വഹിച്ചുകൊണ്ട് നടന്നതുപോലെ നമ്മുടെ ക്രൂശ് വഹിച്ചുകൊണ്ട് നടക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം. ഒരുപക്ഷെ കൊല ചെയ്യപ്പെടുന്ന ഒരു വലിയ മഹാഭാഗ്യം, യേശു കർത്താവിന് വേണ്ടി കൊല ചെയ്യപ്പെടുന്ന ഒരു മഹാഭാഗ്യം നമുക്ക് ഉണ്ടാവുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായും ഭാഗ്യവാന്മാരായ ആളുകൾ. അതിന് തക്കവണ്ണമുള്ള കഴിവൊന്നും അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള യോഗ്യത ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ആളുകളോട് എനിക്ക് രക്തസാക്ഷിയായി മരിക്കണമെന്നൊക്കെ പറയും. ഞാൻ പറയാറുണ്ട്, എൻ്റെ പൊന്നു സഹോദര, രക്തസാക്ഷിയായി മരിക്കണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. അതുപോലൊരു ജീവിതം ജീവിച്ചിട്ട് രക്തസാക്ഷിയായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അല്ല ചുമ്മാ കയറി അങ്ങ് രക്തസാക്ഷിയായിട്ട് മരിക്കണമെന്ന് പറഞ്ഞാലൊന്നും മരിക്കാനൊന്നും പറ്റത്തില്ല. രക്തസാക്ഷിയായിട്ട് ജീവിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യം. രക്തസാക്ഷിയായിട്ട് നമ്മളൊന്ന് ജീവിക്കും. അത് കഴിയുമ്പോൾ ദൈവം നിശ്ചയിക്കും നമുക്ക് രക്തസാക്ഷിയായിട്ട് നമ്മൾ മരിക്കണോ വേണ്ടായോ എന്നുള്ള കാര്യം. ആൻഡ് തിങ്ക് അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ. ഏറ്റവും ചെറിയ പ്രായത്തിൽ പിതാവ് മരിച്ചെന്നാണ് പാരമ്പര്യം പറയുന്നത്. 12 വയസ്സിൽ അവന്റെ പിതാവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷെ അതിനുശേഷം പിതാവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നില്ല. ആ സമയം മുതൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും തോളിലേറ്റി വളർന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും, മൂത്ത മകൻ എന്നുള്ള നിലയിൽ തീർച്ചയായും കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും. എന്ന് തന്നെയല്ല, ഒരു ചെറിയ കുടുംബമായിരുന്നു മറിയയുടെ കുടുംബം എന്നല്ല നമ്മൾ കാണുന്നത്. ഇവന്റെ സഹോദരന്മാരെ യാക്കോബ്, യോസെ, യൂദ മുതലായ അവരെല്ലാം നമ്മുടെ കൂടെ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിസ് ഫാമിലി വാസ് എ ബിഗ് ഫാമിലി ആൻഡ് ഹി വാസ് ടേക്കിംഗ് കെയർ ഓഫ് എവരിബഡി ആൻഡ് ഹി വാസ് വർക്കിംഗ് ഹാർഡ്. അവന്റെ വർക്ക്ഷോപ്പില്, അവന്റെ കാർപ്പൻട്രി ഷോപ്പില് ഹി വാസ് വർക്കിംഗ് ഹാർഡ്. എന്തിന്? അവരുടെ ബോത്ത് എൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഹി ഹാഡ് ടു വർക്ക് ഹാർഡ്. അപ്പൊ അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ പുലർത്തുന്ന ഒരു വ്യക്തിക്കും കർത്താവേ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാകത്തില്ലെന്നുള്ളത് പറയാൻ കഴിയത്തില്ല. ബിക്കോസ് ജീസസ് വാസ് അണ്ടർഗോയിങ് ദാറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ഓൾ ദി എക്സ്പീരിയൻസസ് ദാറ്റ് വി മൈറ്റ് face in this life, Jesus already was undergoing all that kind of experiences, and you can easily go to him and say, Lord, this is my problem, because he understands you. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും യേശു കർത്താവ് കടന്നു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. And also he was misunderstood even inside the family. Even his own family members, his brothers could not understand who he was. അവന്റെ വ്യക്തിത്വത്തെ കുറിച്ച്, അവന്റെ അസ്തിത്വത്തെ കുറിച്ച്, അവൻ ദൈവത്തിനാണെന്നുള്ള കാര്യം അവന്റെ സ്വന്തം കുടുംബത്തിലെ സഹോദരന്മാർക്ക് പോലും ശരിക്കും മനസ്സിലായിട്ടില്ല. അവരുടെയൊക്കെ ചിന്ത ഇവൻ പ്രശസ്തനാകാൻ പരിശ്രമിക്കുന്ന ഒരാളാണ്, അല്ലേ? പലപ്പോഴും ആളുകളുടെയൊക്കെ പ്രശ്നം അതാണ്. യേശുവിന്റെ ഹൃദയം മനസ്സിലാക്കാൻ അവന്റെ സ്വന്തം സഹോദരന്മാർക്ക് പോലും മനസ്സിലായില്ല. പിന്നെ എന്തിനാ സഹോദരന്മാരെ എന്റെ സഭയിലുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നത്? യേശുവിന്റെ സ്വന്തം വീട്ടിൽ അവന്റെ കൂടെ താമസിച്ചവർക്ക് പോലും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഇല്ലേ? അവന്റെ സ്വന്തം സഹോദരന്മാർക്ക്. അതുകൊണ്ട് മറ്റൊരാളാൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും നമുക്ക് പറയാൻ കഴിയും, യേശുവേ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നിനക്ക് തീർച്ചയായും അത് മനസ്സിലാക്കാൻ കഴിയും. കാര്യം നിന്റെ സ്വന്തം ഭവനത്തിൽ നീ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. ആൻഡ് ഓൾസോ ഫൈനലി വി സീ ദ ഫൈനൽ എൻകൗണ്ടർ. അതാണ് വാസ്തവത്തിൽ കാൽവറി ക്രൂസിൽ നമ്മൾ കാണുന്നത്. It was time for final settlement. In fact, it was a big battle. The battle with Satan, it was not just on Calvary. From the very beginning of the life of Jesus Christ, it was a battle. യേശു കർത്താവിന്റെ ജീവിതത്തിന്റെ പ്രഥമ ദിവസം മുതൽ പിശാചുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് വാസ്തവത്തിൽ യേശുവിന്റെ ജീവിതം. എന്നാൽ ഒരു ഫൈനൽ സെറ്റിൽമെന്റിന് സമയമായിരിക്കുകയാണ്. ആ ഫൈനൽ സെറ്റിൽമെന്റിന്റെ സമയത്താണ് യേശു കർത്താവ് ക്രൂശിനെ കുറിച്ച് സംസാരിക്കുന്നത്, ജനങ്ങളോട് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ അതിന്റെ 31-ാമത്തെ വാക്യം, chapter 12 verse 31, when we read it, we read, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. എപ്പോൾ? when I am crucified. ഞാൻ ക്രൂശിക്കപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അതായത് it is the final stage, final thing of the battle, the final victory. The final victory happens on the cross. ക്രൂശിലാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ പ്രഭുവിനെ തള്ളിക്കളയുന്നത്. അപ്പോൾ ലോകത്തിന്റെ പ്രഭുവിനെ തള്ളിക്കളയുക എന്ന് പറയുന്നതാണ് ശരിക്കും ക്രോസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എന്താണ് യേശുവിന്റെ ക്രൂശ് നമുക്ക് നേടിത്തന്നതായ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോകത്തിന്റെ പ്രഭുവിനെ യേശു തന്റെ ക്രൂശിലൂടെ പുറത്ത് തള്ളിക്കളഞ്ഞു. യേശുവിന്റെ ക്രൂശിന്റെ പ്രത്യേകത ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് ഇന്നലെ നമ്മൾ നമ്മുടെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള അതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയ കാര്യമുണ്ട്. എന്താണ്? യേശു ക്രൂശിക്കപ്പെട്ടതിന് അല്ലെങ്കിൽ ക്രൂശ് എടുത്തതിന് ശേഷമാണ് നമ്മളോട് ക്രൂശ് എടുക്കാൻ ആവശ്യപ്പെടുന്നത്. യേശുവിന്റെ ക്രൂശ് എങ്ങനെ, എന്റെ ക്രൂശ് എങ്ങനെ?
ദ ക്രോസ് ഓഫ് ജീസസ് ആൻഡ് ദ ക്രോസ് ഓഫ് മൈൻ. ഇതിന്റെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഫസ്റ്റ് സ്റ്റേജ് ആണ്. യേശുവിന്റെ ക്രൂശ് എന്താണ് ചരിത്രത്തിൽ, അല്ലെങ്കിൽ എന്തായിരുന്നു യേശുവിന് ക്രൂശ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓരോ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളാണ് പഠിച്ചത് അല്ലെ. ഫസ്റ്റ് ഡേയിൽ അവനെ പിൻപറ്റും, അല്ലെങ്കിൽ അവനെ സ്വീകരിക്കുന്നതിന്റെ പ്രത്യേകതയാണ് പഠിച്ചത്. രണ്ടാമത്തെ ദിവസം അവനെ അനുഗമിക്കുന്നതിന്റെ എന്താണ് അതിന്റെ അനിവാര്യത എന്നുള്ളതാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യേശുവിന്റെ ക്രൂശ് നമുക്ക് എന്ത് നേടിത്തന്നു. നാളെ നമ്മൾ ഫൈനലി നമ്മൾ ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ചുള്ള അതിന്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നാളെ പഠിക്കാനായിട്ട് പറ്റും. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ എനിക്ക് എന്നെ വളരെ സ്വാധീനിച്ച, ചിന്തിപ്പിച്ചതായ ഒരു വേദഭാഗമാണിത്. അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചിലർ യവനന്മാർ ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബേത്സായിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലും വളരെ വിളവുണ്ടാകും. ഞാൻ ഈ വേദപുസ്തകത്തിന്റെ വാക്യങ്ങളൊക്കെ വായിക്കണമെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ട് വായിക്കണ്ടെന്നാണ് ചിന്തിച്ചത്. പിന്നെ വേറെ കാര്യമുണ്ട്, പണ്ടൊക്കെ അങ്ങനെ മതിയായിരുന്നു വിശ്വാസികളുടെ യോഗത്തിലൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ഇത് വായിച്ചില്ലെങ്കിൽ ഈ ഭാഗം എന്താണെന്നൊക്കെ പറഞ്ഞാലൊന്നും നമ്മുടെ പിള്ളേർക്കൊന്നും അറിയില്ല. നമ്മുടെ പിള്ളേർക്കല്ല, വലിയവർക്ക് തന്നെ ഇപ്പോൾ അറിയാൻ വയ്യാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു പോയാൽ മതി, കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി. കാര്യം ഈ വേദഭാഗത്തിന്റെ പ്രത്യേകത, ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. യവനന്മാരായ ആളുകളും കൂടെ, ഞാൻ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് താരതമ്യം ചെയ്തതിനെ പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും ഇതേപോലെയുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. യവനന്മാരായ ആളുകൾ പള്ളിയിൽ നമസ്കരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസിന്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിന്റെ അടുത്ത് ചെന്നു. ഇവരെന്തായിരിക്കും, എന്താ പറഞ്ഞെന്നുള്ളത് കൃത്യമായിട്ട് യോഹന്നാൻ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. യേശുവേ, ഇതാ ഇപ്പോൾ യഹൂദന്മാർ മാത്രമൊന്നുമല്ല, യവനന്മാരും നിന്റെ പ്രസംഗം കേൾക്കാനും നിന്നെ അറിയാനും ഒക്കെ ആയിട്ട് വന്നു തുടങ്ങി. നിന്റെ പേരിപ്പോൾ ഇവിടെ ചില്ലറ കാര്യമൊന്നുമല്ല, ഇത് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. കണ്ടില്ലേ, ഇതാ അവർ വന്ന് ഞങ്ങളെ തന്നെ യജമാനനെന്നാ വിളിച്ച, ഞങ്ങളങ്ങ് വിരുണ്ടുപോയി. നിന്നെ മാത്രമല്ല, ഇപ്പൊ ഞങ്ങളെയും അവരെന്താ വിളിക്കാൻ തുടങ്ങി, യജമാനനെ എന്നൊക്കെ വിളിച്ചാണ് ഞങ്ങളോടും സംസാരിക്കുന്നത്. അതുകൊണ്ട് വാ, അവരുടെ മുമ്പിലോട്ടൊന്ന് നീ ഒന്ന് പ്രത്യക്ഷപ്പെടും. യേശു പറഞ്ഞു, ഇപ്പം ഞാൻ വരുന്നില്ലെന്ന്. എന്താ വരാൻ? യേശു എന്തുകൊണ്ടാണ് യവനന്മാർ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് അവനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ ഒരു ദർശനം കൊടുക്കാൻ, നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദർശനം കൊടുക്കാൻ എന്തുകൊണ്ട് യേശു തയ്യാറായില്ല? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. യു നോ വൈ? എന്തുകൊണ്ടാണ് ഈ യവനന്മാർ യേശുവിനെ കാണാൻ വന്നത്? യു നോ വൈ? അവൻ ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ടാണ്. നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. യേശു ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ട് അവന്റെ പേര് വളരെ പ്രശസ്തമായി തീർന്നു. അവന്റെ പേര് മാത്രമല്ല, ലാസറിന്റെ പേരും പ്രശസ്തമായി തീർന്നു. യേശുവിനെ കാണാനും ലാസറിനെ കാണാനും ആൾക്കാര് വന്നു തുടങ്ങി. അപ്പോൾ ഈ യവനന്മാരുടെ ചെവികളിൽ എത്തിയ യേശുവിന്റെ പേര് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ലാസറിനെ ഉയർപ്പിക്കുന്ന, അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു എന്ന പേരുമായിട്ടാണ്. ആ പേര് കേട്ടതുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഈ യവനന്മാർ യേശുവിന്റെ അടുത്ത് വന്നത്. യേശു പറയാണ്, എനിക്ക് അവരെ കാണാൻ മനസ്സില്ല. എന്തുകൊണ്ട് മനസ്സില്ല? ലാസറിനെ ഉയർപ്പിച്ച യേശുവായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് മനസ്സില്ല എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ, എനിക്കറിയാവുന്ന നിങ്ങളുടെ ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന, ഇന്ത്യയിൽ എല്ലായിടത്തും പ്രസംഗിച്ച് നടക്കുന്ന ഒരു ബ്ലാക്ക് അമേരിക്കൻ പ്രീച്ചറുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാ. ഒരു രാജ്യത്ത് എന്ന് കഴിഞ്ഞ് നോട്ടീസ് അടിച്ച കൂട്ടത്തിൽ ഞാൻ 3 പേരെ ഉയർപ്പിച്ചിട്ടുണ്ടെന്ന് അയാൾ നോട്ടീസ് എഴുതി കൊടുത്തു. അവര് അത് അടിച്ചില്ല. ആ രാജ്യം ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് അവരത് അടിച്ചില്ല. അയാൾ പറഞ്ഞു, ഞാൻ നോട്ടീസ് മാറ്റി അടിച്ചില്ലേ വരത്തില്ലെന്ന്. മരിച്ചവരെ ഉയർപ്പിച്ചവൻ എന്നുള്ള നോട്ടീസ് അടിച്ചില്ലെങ്കിൽ വരത്തില്ലെന്ന്. നിങ്ങളൊക്കെ പലപ്പോഴും പോയി കേട്ടിട്ടുള്ള പ്രസംഗം കേട്ടിട്ടുള്ള ആളാ. അങ്ങനത്തെ പാർട്ടികളാണ് ഇന്നത്തെ പുതിയ പാർട്ടികൾ. പക്ഷെ യേശു പറയാണ് എന്ത്? യേശു പറയുന്നത്, മരിച്ചവരെ ഉയർപ്പിച്ചവൻ എന്ന നിലയിൽ എനിക്ക് യവനന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണ്ട എന്നാ പറയുന്നത്. പിന്നെ എങ്ങനെ പ്രത്യക്ഷപ്പെടണം? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് രസമാണ്. എന്താണ്? മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അതായത് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമേ പോകുന്നുള്ളൂ. എന്നതിന്റെ അർത്ഥം ഇതിനേക്കാളും വലിയ തേജസ് തന്നെ അല്ലേ? മരിച്ചവരെ ഉയർപ്പിച്ചതിനേക്കാളും വലിയ തേജസ് തന്നെ നമ്മുടെ നോട്ടത്തിൽ. പക്ഷെ എന്താണ് യേശു പറയുന്നത്? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോൾ തേജസ്കരണം എന്ന് പറയുന്നത് ക്രൂശീകരണം ആണ് എന്ന് യേശുവോട് പറയുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നോട്ടത്തിൽ അത് ക്രോസ് ഒരു നോർമലി എന്താണ്, മരണം എന്ന് പറയുന്നത് തേജസ്കരണവുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ നമുക്ക്
കഴിയുന്നില്ല. പക്ഷെ യേശു പറയാണ്, യവനന്മാരെന്നെ അറിയുന്നത് ലാസറിനെ ഉയർപ്പിച്ച യേശു എന്ന നിലയിലല്ല, ക്രൂശിക്കപ്പെട്ട യേശു എന്ന നിലയിൽ മാത്രം യവനന്മാരെന്നെ അറിഞ്ഞാൽ മതി. ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുവാനാണ് നമ്മുടെ മോഹം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് എല്ലാവർക്കും മരിച്ചവരെ ഉയർപ്പിച്ചവൻ എന്ന നിലയിൽ, അതുകൊണ്ടാണല്ലോ കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, നിങ്ങളും വാ എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, യേശു എവിടെങ്കിലും ഇങ്ങനെ പറഞ്ഞ് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടോ? പ്രവാചകന്മാരൊക്കെ വന്ന് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങളൊക്കെ കേൾക്കുന്നതാണല്ലോ, ഞാൻ മാവേലിക്കരയായിരുന്നപ്പോൾ 3 ഭൂതങ്ങളെ പുറത്താക്കി, ചെന്നിത്തലയായിരുന്നപ്പോൾ 4 ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കി, ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയോ എന്നുള്ള രീതിയിലുള്ള വർത്തമാനമൊക്കെ പറയുന്നത്. യേശു പറഞ്ഞിട്ടുണ്ടോ, ഞാൻ കഫർനഹൂമിലായിരുന്നപ്പോൾ 7 ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ നസറത്തിലായിരുന്നപ്പോൾ 4 പക്ഷവാത രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണോ യേശു ശുശ്രൂഷ തുടങ്ങിയത്? ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ എന്തെങ്കിലും ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തങ്ങ് പോയാൽ മതി, വലിയ വീരവാദം ഒന്നും അടിക്കണ്ട. എന്തിനാ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്? സെൽഫിന്റെ പ്രൊജക്ഷൻ അല്ലാതെ വേറെ എന്താ നടക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. What else is happening? This is the biggest problem in the ministry in these days. I just want to say that if you want to be a minister of Jesus Christ, imitate him. അവനെ പോലെയാകാനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവരെ ഉയർപ്പിച്ചവൻ എന്ന നിലയിൽ പേരെടുക്കാനുള്ള ഏത് സാധ്യതയെയും അവഗണിച്ചുകൊണ്ട് അങ്ങനെ ആളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹമില്ലാതെ ചത്തിട്ട് പോയാൽ മതി എന്ന് പറയുന്ന, ക്രൂശിക്കപ്പെട്ടിട്ട് അവരുടെ മുമ്പിൽ ഞാൻ ചെല്ലുന്നത്, യവനന്മാരുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് മരിച്ചവരെ ഉയർപ്പിച്ച യേശുവായിട്ടായിരിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത യേശുവാണ് എന്റെ കർത്താവ്. അവൻ പറയാണ്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അതൊരു വലിയൊരു ഫാക്റ്റാണ്. When a grain is falling down, you know what happens? വെറുതെ ഇരുന്നാൽ, ഒരു ഗോതമ്പ് മണി വെറുതെ ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ അത് അതുപോലെ തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷെ നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതിന്റെ ഔട്ടർ സ്കിൻ ഈസ് ബ്രോക്കൺ. അതിന്റെ പുറന്തോട് എന്ത് ചെയ്യുകയാണ്? പൊട്ടുകയാണ്. ആ പുറന്തോട് പൊട്ടുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് മുള പൊട്ടി വരുന്നത്. ജീവിതത്തിൽ ജീവന്റെ പുതുക്കം പ്രാപിക്കാൻ നമ്മുടെ ഔട്ടർ സ്കിന്നിന്റെ തകർച്ച അത്യാവശ്യമാണ്. അങ്ങനെ തകർക്കപ്പെടുന്നത് എപ്പോഴാണ്? when you are on a cross. നിങ്ങളുടെ ക്രോസ് എക്സ്പീരിയൻസിലൂടെ തകർക്കപ്പെട്ടാൽ മാത്രമേ കർത്താവ് നിങ്ങളിലേക്ക് പകരുന്ന നിത്യജീവന്റെ മുള നിങ്ങളിൽ നിന്ന് പൊട്ടുവാനിടയാവുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശ് എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നത്. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു. യു ടേക്ക് എ ഗ്രെയിൻ ഓഫ് എ വീറ്റ്, യു നോ വാട്ട് ഹാപ്പൻസ്? യു ജസ്റ്റ് പുട്ട് ഇറ്റ് സംവെയർ ഫോർ 10 years, nothing is going to happen. 10 വർഷം എടുത്ത് വെച്ചാലും അത് ശുഷ്കിച്ചു പോവുകയല്ലാതെ അതിനകത്തൊന്നും മുള വരത്തില്ല. പക്ഷെ if you put it down in the ground, you know what happens? The outer skin is broken. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബ്രോക്കൺനെസ്സിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ജീവൻ മുള പൊട്ടുന്നത്. ഈ ഒരു വലിയ ആത്മീയ യാഥാർത്ഥ്യം നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. യേശു കർത്താവ് പറയാ, എന്താണ്? നിങ്ങൾ തനിയെ ഇരിക്കാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്, അനേക മുളകൾ പൊട്ടേണ്ടതിന്. തനിയെ ഇരിക്കുന്നുവെങ്കിൽ, ചത്തുവെങ്കിലും തനിയെ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവന് അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാൻ അതിനെ കുറിച്ച് ഒരു വാക്കോടെ എനിക്ക് പറയാനുണ്ട്. ഐ വിൽ ടെൽ ഇറ്റ്. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത്, പിതാവേ ഈ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞ് മറ്റു ചിലർ ഒരു ദൈവദൂതനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എന്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം മാത്രമേ ഉണ്ടായത്. ഇപ്പോൾ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഉയർത്തപ്പെട്ടാൽ എന്നേക്കും എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് തന്റെ ക്രോസ് എക്സ്പീരിയൻസ് യേശു കർത്താവ് വളരെ കൃത്യതയോടുകൂടെ നമ്മെ, അല്ലെങ്കിൽ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ചാകുന്നതാണ് ജീവൻ എന്ന പാഠം യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു ജനിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മരിക്കാൻ വേണ്ടിയാണ്. അത് യേശുവിന്റെ പ്രത്യേകതയാണ്. യേശു ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? മരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ജനിക്കണമെങ്കിൽ തന്നെ മരിച്ചാലേ പറ്റുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? സ്പിരിച്വലി, ആ സ്പിരിച്വൽ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. ജീസസ് വാസ് ബോൺ സോ ദാറ്റ് ഹി മേ ഡൈ. കാരണം അവന് ജനിക്കാനായിട്ട് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ അവൻ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ജനിക്കണമെങ്കിൽ തന്നെ, യു അണ്ടർസ്റ്റാൻഡ്? ജനിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക്
If you want to be born again, the first thing that should happen is that you're dying to the present world. ഈ ലോകത്തിന് മരിക്കുന്ന ഒരു ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിന് ജനിക്കുവാൻ പറ്റത്തുള്ളൂ. ജനിക്കുവാൻ. Even if you want to be born into the kingdom of God, you need to die in the kingdom of Satan, because there is no dual citizenship in the kingdom of God. ദൈവരാജ്യത്തിൽ എന്തില്ല? ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. അതുകൊണ്ട് യേശുവിന്റെ സാമ്രാജ്യത്തിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് ജനിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഈ ലോകത്തോട്, പാപത്തോട്, നിങ്ങളുടെ പാപത്തിന്റെ സാമ്രാജ്യത്തിൽ, നിങ്ങളുടെ സെൽഫിന്റെ സാമ്രാജ്യത്തിൽ നിങ്ങൾ മരിച്ചേലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ക്രോസ് ഒരു അനിവാര്യതയാകുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ അനിവാര്യമായ കാര്യമായി നമ്മൾ ക്രോസിനെ മനസ്സിലാക്കുന്നതിന്റെ കാരണം അതാണ്. ദ ക്രോസ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. വാട്ട് വാസ് ക്രോസ് ടു ജീസസ് ആൻഡ് വാട്ട് ഈസ് ദ ക്രോസ് ഓഫ് ജീസസ്? യേശുവിന് ക്രൂശ് എന്തായിരുന്നു, യേശുവിന്റെ ക്രൂശ് നമുക്കെന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുകയാണ്. ദ എഫക്ട് ഓഫ് ക്രോസ് എക്സ്പീരിയൻസ്. വാട്ട് ഇസ് ദ ക്രൂസിഫിക്സ് ഡു ഇൻ ദ ഹിസ്റ്ററി ആൻഡ് ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ, ഇൻ ദ ലൈഫ് ഓഫ് മൈൻഡ്? വാട്ട് ഈസ് മൈ ക്രോസ് ആൻഡ് വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ടേക്കിംഗ് അപ്പ് മൈ ക്രോസ്? എന്റെ ക്രൂശ് എന്താണ്, അത് എടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന എഫക്ട് എന്താണ്? ഈ വക കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം എനിക്ക് പറയാൻ എന്റെ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. എന്താണ് ക്രൂശ് എന്ന് ചോദിച്ചാൽ, അത് പുതിയ നിയമത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. It is an entrance into the New Testament. That's what we see in Matthew chapter 26 verse 27 and 28. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 27-ഉം 28-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, പിന്നെ പാനപാത്രം എടുത്ത സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. കർത്താവ് പറയുന്നത് എന്താണ്? ഹിസ് ബ്ലഡ് മീൻസ് ഹിസ് ഡെത്ത്, ഓഫ് കോഴ്സ്, നത്തിങ് എൽസ്. രക്തം എന്ന് പറയുമ്പോഴത്തേക്ക് ചില ആളുകളുടെയൊക്കെ ചിന്ത, ഈ രക്തം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വേറെ ഏതാണ്ട് സ്പെഷ്യൽ മീനിങ് ഉണ്ടെന്നാണ്. അതിന് സ്പെഷ്യൽ മീനിങ് ഒന്നുമില്ല. ബ്ലഡ് മീൻസ് ഡെത്ത്, അത്രേ ഉള്ളൂ. രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്നാണ്. യേശുവിന്റെ മരണമാണ് യേശുവിന്റെ രക്തം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അല്ലാതെ ആ ബ്ലഡ് വേറെ മാറ്റിയെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനോ, നമ്മൾ പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ തളിച്ചേച്ച് പോകാനോ ഒന്നും പറ്റുന്നതല്ല ഈ രക്തം എന്ന് പറയുന്നത്. രക്തം എന്താണ്? യേശുവിന്റെ മരണം. യേശുവിന്റെ മരണത്തിന്റെ സിംബലായിട്ടാണ് എന്ത് പറയുന്നത്? യേശുവിന്റെ രക്തം. കർത്താവ് പാനപാത്രം എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തുകൊണ്ട്? ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അനേകരെ പുതിയ നിയമത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള വാതിലാണ് ഈ രക്തം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഇസ് ആൻ എൻട്രൻസ് ഇൻ ടു ദ ന്യൂ കവനന്റ്. പുതിയ നിയമത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് യേശുവിന്റെ മരണമാണ്. യേശുവിന്റെ മരണം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, if Christ was not crucified, I should have been living under the curse of the law. ഞാൻ ഇന്നും ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴെ ഇരിക്കണമായിരുന്നു. യേശു ക്രൂശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഐ വാസ് അണ്ടർ ദ കേഴ്സ് ഓഫ് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ലോ കേഴ്സ്ഡ് ആണെന്നല്ല അതിന്റെ അർത്ഥം. ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും വളരെ പേടിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. പല ആളുകളും ഈ ഓരോ കാര്യങ്ങളെയും ഡിഫറെന്റ് ആയിട്ട് മനസ്സിലാക്കുന്നു. ലോ ഈസ് നോട്ട് എ കേഴ്സ്. ലോ ഒരു കേഴ്സ് അല്ല. പക്ഷേ കേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോ എനിക്ക് ഒരിക്കലും അനുസരിക്കുവാനുള്ള ശക്തി ഇല്ലായിരുന്നു. എന്റെ ബലഹീനതയാണ് അവിടുത്തെ കേഴ്സ് എന്ന് പറയുന്നത്, അല്ലാതെ നിയമമല്ല, അല്ലെങ്കിൽ ന്യായപ്രമാണമല്ല എന്റെ കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോയുടെ ലോകത്ത് നിന്ന് എന്നെ കൃപയുടെ ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചത് യേശുവിന്റെ രക്തമാണ്. Jesus died and his cross is an open door to a new age. ഒരു പുതിയ ലോകത്തിലേക്ക്. അതാണ് പുതിയ നിയമത്തിന്റെ രക്തം എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അർത്ഥം. ഇറ്റ് വാസ് എ ന്യൂ ഏജ് സ്റ്റാർട്ടഡ്, എ ന്യൂ ഡിസ്പെൻസേഷൻ. ഒരു പുതിയ കാലഘട്ടം, ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ. യേശുക്രിസ്തു മരിച്ച ദിവസം മുതലാണ് ഒരു പുതിയ യുഗം ആരംഭിക്കുന്നത്. നമ്മൾ ചില പറയുമല്ലോ, കൃപായുഗം എന്നൊക്കെ പറയുമല്ലോ. യുഗങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വാസ് എന്താണ്? ഏജസ് ഓഫ് ഡിസ്പെൻസേഷൻ നമ്മൾ പറയും. ഏജ് ഓഫ് ഇന്നസെൻസ് ഓർ നിഷ്കന്മഷ യുഗം എന്ന് നമ്മൾ പറയും. അതായത് ആദ്യം ആദമും ഹവ്വയും ഒക്കെ ഏദൻ തോട്ടത്തിൽ യേശുവിനോട് ചേർന്ന്, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടന്നതായ, മനുഷ്യനും ദൈവവും തമ്മിൽ നല്ല സംസർഗത്തിൽ കഴിഞ്ഞിരുന്ന, every cool of the day God was coming down and they had a proper communication and communion, and they were in fact they were enjoying
their fellowship, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ശരിക്കും സന്തോഷത്തോടുകൂടെ അനുഭവിച്ചുകൊണ്ടിരുന്നതായ ഒരു നിഷ്കന്മഷ യുഗമാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. റൈറ്റ്? അത് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ എല്ലാത്തിനെയും തകിടം മറിച്ചുകൊണ്ട് പാപം രംഗപ്രവേശം ചെയ്യുകയാണ്. പാപം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംസർഗമാണ് നഷ്ടപ്പെട്ടതാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇൻഫാക്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം, സംസർഗം, അത് നഷ്ടപ്പെട്ടു പോയി. കാരണം ഞാൻ മരണത്തിന്റെ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു അടിമയ്ക്ക് മറ്റൊരു അടിമയ്ക്ക് വേണ്ടി മരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും അടിമ പറയാണെന്ന് വെച്ചോ, എന്നെ കൊന്നു എന്നിട്ട് മറ്റേ ആൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം രണ്ടുപേരും അടിമയല്ലേ. അടിമയല്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു അടിമയെ വിടുവിക്കുവാനുള്ള കഴിവുള്ളൂ. പക്ഷെ ലോകത്തിൽ ജീവിച്ചിട്ടുള്ള സകല മനുഷ്യരും പാപത്തിന് അടിമയായിരിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ള ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് പകരം മരിക്കാൻ കഴിയത്തില്ല. പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് മറ്റൊരു വ്യക്തിക്ക് മരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് കൂട്ടുകാരന് വേണ്ടി മറുവില കൊടുപ്പാൻ ആർക്കും കഴിയുകയില്ല. സങ്കീർത്തനത്തിന്റെ 49-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ സാംസ് 49 അതിന്റെ വേഴ്സ് 7 and 8 നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 7 and 8, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. സഹോദരന് വേണ്ടി മരിക്കാൻ ആർക്കും കഴിയത്തില്ലെന്നല്ല അവിടെ പറയുന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ, അത് യേശുവിനാണ്. അതാണ് യേശുവിന്റെ മരണത്തിന്റെ യുണീക്നെസ്. ദാറ്റ് ഈസ് ദ യുണീക്നെസ് ഓഫ് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശ് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ചില ചെറിയ, not all the things we can discuss, but I just want to go through some passages that says about the cross of Christ and what it was doing in the history of mankind. മനുഷ്യവർഗത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചെയ്തത് എന്നുള്ളത് വിവരിക്കുവാനായിട്ട് ചില വേദഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് ഇന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ എഫീഷ്യൻസ് 2-ാം അധ്യായത്തിന്റെ 13 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. 13 onwards. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് അത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനവും ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഇത് വളരെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒരു പാസേജ് ആണ്. അത് നമുക്ക് വായിച്ച് കുറെ കാര്യമായിട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്നത് ക്രൂശിൽ ശത്രുത്വം ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. ദിസ് ഈസ് ദ ബിഗസ്റ്റ് തിങ് ദാറ്റ് ജീസസ് ഡിഡ് ഓൺ ദ ക്രോസ്. ശത്രുത്വം ഇല്ലാതെയാക്കി. ആര് തമ്മിലുള്ള ശത്രുത്വം? 2 തരത്തിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കി എന്ന് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കി. 2, മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വവും ഇല്ലാതെയാക്കി. ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയും, അത് ഞാനും ദൈവവും തമ്മിൽ അങ്ങ് തീർത്തോളാമോ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പരിപാടി ക്രിസ്തീയ ജീവിതത്തിലില്ല. ഞാനും ദൈവവും തമ്മിൽ തീർക്കുന്ന പരിപാടിയൊന്നുമില്ല. തീർക്കേണ്ടത് ദൈവവും ഞാനും തമ്മിൽ മാത്രമല്ല, ഞാനും എന്റെ സഹോദരനും തമ്മിലുള്ളതും ഞാനിവിടെ തീർത്തലേ പറ്റൂ. കാരണം യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ശത്രുത്വം ഇല്ലാതാക്കിയത് ദൈവവുമായിട്ടുള്ള ശത്രുത്വം മാത്രമല്ല, പിന്നെ മനുഷ്യനുമായിട്ടുള്ള ശത്രുത്വവും കൂടെ അവൻ ഇല്ലാതെയാക്കുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള ശത്രുത്വത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിഷ്കന്മഷ യുഗത്തിൽ ദൈവവും മനുഷ്യനും നമ്മൾ യാതൊരു ശത്രുത്വം ഇല്ലായിരുന്നു. പക്ഷെ നിഷ്കന്മഷ യുഗത്തിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ഹാർമണിയിലായിരുന്നു. ദൈവവുമായിട്ട് നല്ല സ്വരച്ചേർച്ചയിലായിരുന്നു. ഹാർമോണിയസ് ആയിരുന്നു. Every cool of the day God was coming down and talking to them, even talks and jokes. I used to say, കർത്താവ് ഇറങ്ങി വന്ന് വെറുതെ ഇങ്ങനെ എക്കോയിലൂടെ സംസാരിക്കുന്ന പോലെ 2-3 വർത്തമാനം പറഞ്ഞ് തിരിച്ചു പോയൊന്നുമല്ല. It was a family affair. God was coming down. ഒരു കുടുംബത്തിൽ പിതാവ് വരുന്നത് പോലെ ആദമിന്റെ ഹവ്വയുടെയും ഭവനത്തിലേക്ക് പിതാവ് വന്ന് അവരോട് സംസാരിക്കുന്നത് പോലെ ഈവനിങ്സ് ദൈവം വന്ന് അവരോട് സംസാരിക്കുകയും അവരുമായിട്ട് ഒരുപക്ഷെ ഭക്ഷണം പോലും കഴിച്ചിരുന്ന ഞാൻ ചിന്തിക്കുന്നത്. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ദൈവത്തിന് ഭക്ഷണം കഴിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ആദമിന്റെ വീട്ടിലും ദൈവത്തിന് ഭക്ഷണം കഴിക്കാൻ മടിയൊന്നും ഉണ്ടാകത്തില്ല.
അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം തോട്ടത്തിൽ ചെയ്ത കാര്യങ്ങളും അതെല്ലാം വൈകുന്നേരം സ്കൂളിൽ നിന്ന് പിള്ളേർ വന്ന മാതാപിതാക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പിതാവായ ദൈവത്തോട് ഡിസ്ക്രൈബ് ചെയ്യുകയും അങ്ങനെ ഒരു ക്ലോസ് അസോസിയേഷൻ, റിലേഷൻ, കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിയൻ ഒക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നതായ, അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നതായ ഒരു സമയം. എന്നാൽ പാപം എന്ത് ചെയ്തു? മനുഷ്യനെ ദൈവത്തിന്റെ ശത്രുവാക്കി, ദൈവത്തെ വിദൂരത്തിലാക്കി. അത് ദൈവത്തെ വിദൂരത്തിലാക്കി എന്ന് പറയുമ്പോൾ ദൈവം മാത്രം ചിന്തിച്ച ഒരു കാര്യം മാത്രമൊന്നുമല്ല, ആ ശത്രുത്വം മനുഷ്യന്റെയും കൂടെ മനസ്സിലാണ് കടന്നുകൂടിയിരിക്കുന്നത്. ഇൻഫാക്ട് പാപം ചെയ്ത ദിവസവും എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എന്റെ കണ്ണുകളെ നനയിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. ശരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ആദാമിനോട് ഹവ്വയോട് സംസാരിക്കുന്നതിനകത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഓൾ ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ദാറ്റ് മീൻസ് ഗോഡ് വാസ് സെപ്പറേറ്റിംഗ് ഹിം ആസ് ഓർ ഗിവിംഗ് ഹിം എ സൺഷിപ്പ്, ഒരു പുത്രത്വം നൽകി ആദമിനെ സ്വന്തം പുത്രൻ എന്നതുപോലെ കരുതി ദൈവത്തിന്റെ സകല മഹത്വവും അല്ലെങ്കിൽ ആ ദൈവികതയുടെ ആ മുഴുവൻ കാര്യങ്ങളും അവന് കാണിച്ചു കൊടുത്ത് ഒരു സഹവാസത്തിൽ ജീവിക്കുമ്പോൾ അവൻ ഇറങ്ങി വരുന്നു. വളരെ ഒരു വിശുദ്ധരായ രണ്ട് തന്റെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നത് എനിക്ക് വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു എന്നുള്ളത് എന്റെ കണ്ണുകളെ നനയിക്കുന്ന ഒരു അനുഭവമാണ്. അതിന്റെ അർത്ഥം എന്താണ്? പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കുകയായിരുന്നില്ല. ശരിക്കും മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുകയായിരുന്നു. യു അണ്ടർസ്റ്റാൻഡ്? ദൈവത്തെ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എലി വിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നർ ഉണ്ട്. ഒരു ജ്യൂ ആണ്. അദ്ദേഹം ജർമ്മനിയിൽ ആയിരുന്നു. ജർമ്മൻ റൈറ്ററാണ്. ജർമ്മനിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഈവൻ ഹി വാസ് സഫറിങ് വെരി മച്ച്. ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ സഫർ ചെയ്തിട്ടുള്ള ആളാണ് എലി വിസൽ. ഒരു നോബൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ പ്രാവശ്യം വായിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പക്ക ജ്യൂ, ശരിക്കും ആ ജൂയിഷ് മൈൻഡിലാണ് എല്ലാ കാര്യങ്ങളും അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം, അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ യഹൂദന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജൂയിഷ് റബി, ആ റബിയെയും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നാച്ചുറലി പോലീസുകാരൊക്കെ ഇദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് ഈ റബിയോട് പറഞ്ഞു, റബി, I also read Bible sometimes. My parents were Christians. So we had a Bible in our home. ഞങ്ങളുടെ വീട്ടിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊക്കെ അന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അന്നേരം അവിടെ കണ്ടു ആദാമിനോട് ദൈവം ചോദിക്കണം, ആദാമേ നീ എവിടെയെന്ന്. അപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് ദൈവം സർവ്വജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, പിന്നെ എന്തിനാണ് ദൈവം ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചത്? എവിടെയാണ് ദൈവത്തിന് അറിയത്തില്ലായിരുന്നു? അന്ന് ഞാൻ ആ വായന നിർത്തിയെന്നു. ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് he wanted to make fun of that respected Rabbi. എന്നാൽ റബി അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഇഫ് യു ആർ സീരിയസ് ഐ വിൽ ടെൽ എക്സാക്ട്ലി വാട്ട് ഇറ്റ് മീൻ. നീ സീരിയസ് ആണെങ്കിൽ ആ പാസേജിന്റെ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നിട്ട് റബി പറഞ്ഞത്, ദൈവത്തിന് ആദാം എവിടെയാണെന്ന് ജോഗ്രഫിക്കലായിട്ട് അറിയാൻ വയ്യാഞ്ഞത് കൊണ്ട് അവൻ ചോദിക്കുകയല്ല നീ എവിടെയാണെന്ന്. അത് മറ്റൊരർത്ഥമാണ്. ആദാമെ, ഇപ്പോൾ നീ എവിടെയാണ് എന്നാണ് ശരിക്കും ചോദ്യം. ഇപ്പോൾ നീ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത്, ഇപ്പോൾ നീ ഏത് സ്ഥാനത്താണ് എന്നാണ് ചോദ്യം. യു അണ്ടർസ്റ്റാൻഡ്? ആദാമിന്റെ മുമ്പിൽ ചങ്ക് പൊട്ടി കർത്താവ് ചോദിക്കുകയാണ്, മോനെ ആദമേ, ഞാൻ നിന്നെ എവിടെയാക്കിയത്? നീ എന്തായി കാണിച്ചത്? ഇപ്പോൾ നീ എവിടെയാണ്? എന്റെ സാന്നിധ്യത്തിൽ ഞാൻ വരുമ്പോൾ ഓടി അടുത്തുകൊണ്ടിരുന്ന നീ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സ്നേഹമില്ലായ്മയുടെ, ദൈവം മനുഷ്യനെ ശത്രുവാക്കിയിട്ട് തള്ളിക്കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. ആ ശത്രുത്വത്തിന്റെ ദൈവം മനുഷ്യനിൽ നിന്ന് ഓടുകയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടുകയാണ്. അവനെ മടക്കി വരുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ മടങ്ങി വരാൻ തയ്യാറല്ല. അവൻ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ, എനിക്കറിയത്തില്ല, ഐ കനോട്ട് സേ, എനിക്ക് അത്രയ്ക്കുള്ള അറിവൊന്നുമില്ല, എങ്കിലും ഞാൻ പറയാണ്, എന്റെ ചിന്ത, എന്റെ പിതാവേ, ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നവൻ പറഞ്ഞായിരുന്നെങ്കിൽ തീർച്ചയായും ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നെന്നാണ് എന്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ പറയുന്നത്. അതിന്റെ തിയോളജി ഒന്നും എന്നോട് ചോദിക്കരുത് ദയവേ ഇത്. പക്ഷേ തെറ്റിപ്പോയി എന്നല്ല അവൻ പറയുന്നത്. കർത്താവ് ചോദിക്കുന്നു, നീ തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ഞാൻ പറയുന്നത് എന്താ? തിന്നു, ബട്ട് ദാറ്റ് ഇസ് നോട്ട് മൈ ഫോൾട്ട്. തിന്നു, പക്ഷെ അതെന്റെ കുറ്റം അല്ല. നീ എനിക്ക് കൂട്ടിനിരുന്ന സ്ത്രീ, ഞാൻ വെറുതെ ആയിരുന്നപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. നീ അല്ലയോ ഒരെണ്ണത്തിനെ കൊണ്ട് എന്നെ വണ്ടക്കി ഇട്ടത്. ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. Even it is not the fault of the woman, but he says that is the fault of God. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആരെ കുറ്റം പറഞ്ഞാലും ആത്യന്തികമായി ആ കുറ്റം ചെന്ന് നിൽക്കുന്നത് ദൈവത്തിലാണ്. കാരണം നിങ്ങളൊരു സാഹചര്യത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം
നിങ്ങൾക്ക് ഈ സാഹചര്യം തന്ന ദൈവം വിവരമില്ലാത്തവനാണെന്നാണ്. യു സേ ദാറ്റ് ഗാഡ് ഈസ് നോട്ട് വൈസ് ഇനഫ് ടു ഹാൻഡിൽ തിങ്സ്. യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് തന്ന ദൈവത്തെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്, അല്ല നിങ്ങളുടെ ഭാര്യയൊന്നുമല്ല കുറ്റം പറയുന്നത്. നിങ്ങൾ ഭർത്താവിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭർത്താവിനെ തന്ന ദൈവത്തെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. അതുകൊണ്ട് കുറ്റം പറയുന്നവർ ശ്രദ്ധിക്കുക, ആത്യന്തികമായി നിങ്ങളുടെ അമ്പ് ചെന്ന് തറയ്ക്കുന്നത് കർത്താവിന്റെ നെഞ്ചത്താണ്. ഐ എം നോട്ട് ജോക്കിംഗ്. അതുകൊണ്ട് കുറ്റം പറയുന്നവരൊക്കെ സൂക്ഷിച്ചോണം. നിങ്ങൾ കുറ്റം പറയുന്നത് സാഹചര്യത്തെയോ നിങ്ങളുടെ മറ്റുള്ള വ്യക്തിത്വങ്ങളെയോ നിങ്ങളുടെ ഓഫീസറെയോ നിങ്ങളുടെ ബോസിനെയോ ഒന്നുമല്ല കുറ്റം പറയുന്നത്. ഫൈനലി എവിടെ ചെന്നാണ് ഈ അമ്പ് തറയ്ക്കുന്നത്? ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ചെന്ന് തറയ്ക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പറയുന്നത് ഗാഡ് ഈസ് നോട്ട് വൈസ് ഇനഫ് ടു ഡു തിങ്സ് എന്നാണ് പറയുന്നത്. ദൈവത്തിന് കാര്യങ്ങൾ ശരിയായി ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ എന്നെ കടത്തി വിടുമോ എന്നാണ് ചോദിക്കുന്നത്. ബട്ട് യു നീഡ് ടു നോ ദാറ്റ് ഗാഡ് ഈസ് വൈസർ ദാൻ യു. നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവനാണ് ദൈവം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ സകല ജീവിത സാഹചര്യങ്ങളും ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ അതിനുവേണ്ടി നന്ദി കരയറ്റുവാനായിട്ട് നിങ്ങൾ കഴിയണം. ദൈവം നമ്മെക്കാൾ ബുദ്ധിയുള്ളവനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് എല്ലാത്തിനായും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് വാസ്തവത്തിൽ കഴിയുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ശത്രുത്വത്തിലാക്കി. ദൈവം വിദൂരത്തിലായി. ദൈവത്തെ എത്തിപ്പിടിക്കാനായിട്ട് മോശ നിയമത്തിന്റെ ഒരു കയറേണി കൊണ്ട് തന്നു. പക്ഷേ ഓൾറെഡി ദൈവസംസർഗം നഷ്ടപ്പെട്ട ചൈതന്യമില്ലാതിരുന്ന എനിക്ക് ആ നിയമത്തിന്റെ കയറേണിയിൽ ചവിട്ടി ചവിട്ടി കയറുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം യേശു എന്താണ് ആത്മാവിന്റെ ചിറകുകൾ തന്ന് എന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്. പക്ഷേ എനിക്ക് ആത്മാവിന്റെ ചിറകുകൾ തന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി യേശുവിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. യേശു തന്റെ രക്തമൊഴുക്കിയാണ് മനുഷ്യനെ പുതിയ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, കൃപയുടെ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ വിയർപ്പുമായാണ് ചെന്നത്, എന്നാൽ ഇപ്പോൾ യേശു അവന്റെ രക്തം കൊണ്ട് എന്റെ വിയർപ്പിനെ ഒപ്പിയെടുക്കുകയാണ്. ഹല്ലേലൂയ. കൃപയുടെ ചിറകിൽ കയറി ഞാനൊരു പുതിയ ലോകത്തിലേക്ക് അവൻ എന്നെ കയറ്റുകയാണ്. ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ലോകത്തിലേക്ക്, ദൈവ സംസർഗത്തിന്റെ ഒരു ലോകത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള അടുപ്പത്തിന്റെ ഒരു ലോകത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ആത്മാവിന്റെ പുതിയ ഒരു ലോകത്തിലേക്ക്. വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്? ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. എന്നെ ഭയങ്കര സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ഒരു ലോകത്തിലേക്ക്, സെലിബ്രേഷന്റെ ഒരു ലോകത്തിലേക്ക് യേശു കർത്താവ് കൈപിടിച്ച് ഉയർത്തുകയാണ്. പക്ഷേ അതിന് ഭയങ്കര ഒരു വിലയാണ് കർത്താവ് കൊടുത്തത്. എന്ത്? ഹി വാസ് ഗിവിംഗ് ഹിസ് ഓൺ ക്രോസ്, ഹിസ് ഓൺ ബ്ലഡ്. ആൻഡ് ഇൻ ദ ക്രോസ് ഇവൻ ശത്രുത്വം ഇല്ലാതാക്കുകയാണ്. എങ്ങനെ? അവന്റെ ഒരു കൈ കൊണ്ട് അവൻ എന്റെ കയ്യെ പിടിച്ചു, മറ്റേ കൈ കൊണ്ട് അവൻ ദൈവത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ ആ ശത്രുത്വം ഇല്ലാതെയാക്കി. ദൈവത്തെയും മനുഷ്യനെയും ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട്, കാൽവറി ക്രൂശിൽ അവൻ ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം അവൻ ഇല്ലാതെയാക്കി. മനുഷ്യനുമുള്ള തമ്മിലുള്ള ശത്രുത്വവും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യുനോ, ഫ്രം ദ വെരി ബിഗിനിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദമും ഹവ്വയും പാപം ചെയ്തതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പാപം ചെയ്ത അന്ന് തന്നെ അവർ തമ്മിൽ പിണങ്ങുകയാണ്. അവർ തമ്മിൽ അന്യോന്യം എന്താണ്? കുറ്റാരോപണങ്ങളാണ്, ഇല്ലേ? കുറ്റാരോപണങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവർ തമ്മിൽ ശത്രുക്കളായിരിക്കുകയാണ്. സ്ത്രീയോട് ചോദിച്ചു, നീയാണോ ഇത് ചെയ്തത്? എന്റെ കുറ്റമല്ല, ഇതേപോലുള്ള കുറച്ച് സർപ്പത്തെ പോലുള്ള കുറെ എണ്ണത്തിനെ നീ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ആ സർപ്പം വന്ന് എന്നെ വഞ്ചിച്ചത് കൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ദെൻ ഹൂസ് ഫോൾട്ട്? ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. ആഫ്റ്റർ ഓൾ കുറ്റമാരുടെയാണ്? ദൈവത്തിന്റെ. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? അന്യോന്യം കുറ്റം പറഞ്ഞുകൊണ്ട് രണ്ട് തട്ടുകളിലേക്ക് മാറുകയാണ്. ദൈവം യോജിപ്പിച്ച് നിർത്തിയ ആദമും ഹവ്വയും ഇപ്പോൾ രണ്ട് തട്ടുകളിലാണ്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് മനുഷ്യൻ തമ്മിലുള്ള ശത്രുത്വം എന്ന് പറയുന്നത്. പിന്നെ അത് എന്താണ്? ഭവനങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, ഭവനങ്ങൾക്കുള്ളിൽ തന്നെ ചിദ്രിപ്പായി, ഭവനങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, അതിനുശേഷം ഗോത്രങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, രാജ്യങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, ദേശങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, ജാതികൾ തമ്മിലുള്ള ചിദ്രിപ്പായി. യഹൂദൻ പറഞ്ഞു ബാക്കിയുള്ള എല്ലാവരും നരകത്തിലേക്ക് പോവുകയാണ്. ജാതികളെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് യഹൂദ റബിമാരിൽ ഷമായി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ആ ഷമായിയുടെ അനുയായികൾ പറഞ്ഞത് ജാതികളെ ദൈവം സൃഷ്ടിച്ചത് നരകം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗഹന്ന. അപ്പൊ അത് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എപ്പോഴും കത്തണമെങ്കിൽ വിറക് വേണം, അതിനുവേണ്ടിയാണ് ദൈവം ജാതികളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മറ്റുള്ളവരെ they were looking down towards the Gentile people. So there was enmity between the Jewish people and the non-Jewish people. യഹൂദന്മാരും യഹൂദ ഇതരരും അല്ലെങ്കിൽ ജാതികളും തമ്മിലുള്ള ആ എന്താണ് വിയോജിപ്പിനെ യേശു കർത്താവ് കാൽവറി ക്രൂസിൽ ഇല്ലാതെയാക്കി. അതാണ് ഈ ഭാഗം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാസേജാണ്, പക്ഷെ അത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്. യു ജസ്റ്റ് റീഡ് ദാറ്റ് പാസേജ്. ക്രൂശ് ശത്രുത്വം ഇല്ലാതെയാക്കുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വത്തെ അവൻ ഇല്ലാതെയാക്കി.
എന്ന് തന്നെയല്ല, മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വവും ഇല്ലാതെയാക്കി. അതുകൊണ്ട് ക്രൂശിൽ പ്രശംസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവുമായിട്ട് സംസർഗം ഉണ്ടാകുന്നത് പോലെ തന്നെ സകല മനുഷ്യരുമായിട്ടും സംസർഗം ഉണ്ടാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ എങ്ങനെ കഴിയുമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ഇത് കാണപ്പെടുന്ന സഹോദരൻ പോട്ടെ, നിങ്ങളുടെ സ്വന്തം സഭയിലുള്ളവർ തമ്മിൽ പോലും അന്യോന്യം സ്നേഹിക്കുവാനും സഹകരിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ കുറഞ്ഞവനായി കണക്കാക്കുന്നുവെങ്കിൽ, അതാണ് വാസ്തവത്തിൽ എന്തോരും. ഞാൻ ഒരിക്കൽ എനിക്കത് പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്ര ആഗ്രഹമില്ല. സംഹാവ് ഒരു ചർച്ചിന്റെ മീറ്റിങ്ങിന് പോയതല്ല, ഞാൻ വേറൊരു മീറ്റിംഗ് കഴിഞ്ഞു. അവിടുത്തെ പാസ്റ്ററുടെ വൈഫ് വാസ് അഫ്ലിക്റ്റഡ് വിത്ത് ക്യാൻസർ. എനിക്ക് ആ കൊച്ചിലെ തൊട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ പാസ്റ്ററുടെ വൈഫിനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. ക്യാൻസർ പേഷ്യന്റ് ആണ്. അങ്ങനെ ഞാൻ വേറൊരിടത്ത് സഭായോഗം കഴിഞ്ഞിട്ടൊരു ബൈക്കേല് ഈ പറയുന്ന പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സഭയുടെ വാതിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ശബ്ദം. ഞാൻ ചിന്തിച്ചടാ, 3 മണിക്കും സഭായോഗം തീർന്നില്ല, ഇതെന്താ ഉണർവാ? പിന്നെ നോക്കിയപ്പോഴറിയുന്നത് ഇത് ഉണർവൊന്നുമല്ല. എന്താണെന്നറിയാമോ? സഭയുടെ ജനറൽ ബോഡിയാ 3 മണിക്ക്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. ഒത്തിരി പറയാനുണ്ട്. എങ്കിലും അകത്ത് കയറി എല്ലാവരും ഒക്കെ ഒന്ന് പിരിഞ്ഞു പോയി. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒരുത്തൻ വന്നിട്ട് ഞാനവിടെ ഇരിക്കുകയാണ്. പാസ്റ്ററോട് ഇരിക്കുക, പാസ്റ്ററെ അവൻ എന്നെ കുറിച്ച് ചിന്തിച്ചത്? അവൻ എന്നെ കൊച്ചാക്കാൻ നോക്കിയതല്ലേ? അപ്പൊ ഞാൻ നോക്കി, ഇയാൾ വലിയ ആളാണോ എന്ന്. ഈ കൊച്ചാക്കത്തക്ക രീതിയിലുള്ള വലിയ ആളാണോ ഇയാളെന്ന് ഞാനിങ്ങനെ ആലോചിച്ച്, എന്തോ മനുഷ്യന്റെ ചിന്ത. നമ്മളൊക്കെ വലിയ ആളുകളാണ്, ആരാണ് നമ്മളെ കൊച്ചാക്കുന്നതെന്ന്. എന്നെ ഒന്നും ആർക്കും കൊച്ചാക്കാൻ പറ്റത്തില്ല, ഞാൻ കൊച്ചാണല്ലോ. പിന്നെ എന്തിനാ ഇനിയിപ്പോ വളർന്നത് പോലെ നമ്മൾ തറയിലായിരിക്കുന്നെങ്കിൽ പിന്നെ വേറെ എങ്ങോട്ടാണ് നമ്മളെ മാറ്റിയിരുത്തുന്നതല്ലേ? കസേര കയറി ഇരിക്കുന്നവനെ എല്ലാ കസേരയും നടക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? തറയിലിരിക്കുന്നവനെ എവിടെന്നെങ്കിലും ഇറക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ട കാര്യം കഴിവതും തറയിൽ തന്നെ ഇരിക്കുക. തറയിൽ എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ആസ്കിംഗ് യു ടു സിറ്റ് ഓൺ ദ ഫ്ലോർ, ബട്ട് വാട്ട് ഐ സേ, when you consider yourself honorable than other people, only then people can make you and put you down. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തോ ചെയ്യാൻ പറ്റും? നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്നതിന് മാത്രമല്ല എന്നെ ചെറിയവനാക്കിയെന്ന് തോന്നത്തുള്ളൂ, ഇല്ലേ? അത് തന്നെ ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് അല്ല. അവിടെ തൊട്ട് നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ക്രോസ്, അതെന്ത് ചെയ്യുകയാണ്? അത് ശത്രുത്വം ഇല്ലാതെയാക്കുകയാണ്. ലോകത്തിൽ എനിക്കൊരു ശത്രുവും ഉണ്ടാകാൻ പറ്റത്തില്ല. നമുക്ക് ആകെ ഒരു ശത്രുവേ ഉള്ളൂ, സാധാരണ. വേറെ ആരും നമുക്ക് ശത്രുവല്ല. അയൽവക്കക്കാർ ശത്രുവല്ല. പ്രവാചകന്മാരെ വന്ന് ശത്രു നിനക്കെതിരെ അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു. എന്തോ ചെയ്തിരിക്കുന്നു, എന്തോ നിങ്ങൾ ഈ പറയുന്നേ? അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു, അവിടെ കിടന്നോണ്ടെന്നേ. നിങ്ങൾ എന്തിനാ ചാകാൻ തുടങ്ങുന്നേ? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. അവിടെ കുഴിച്ചിട്ട് ഓടിന്റെ കീഴിൽ നിന്ന് എടുത്ത്, അവിടുന്ന് എടുത്തു, ഇവിടുന്ന് എടുത്തു, പിന്നെ ഓടയിൽ നിന്ന് എടുത്തു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതും പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ വന്നിട്ടുമുണ്ട്. അത് എടുത്തു കൊടുക്കാൻ ആള്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു തകിടോ മറ്റുള്ള കാര്യങ്ങളോ മണ്ണിൽ കിടന്ന് അതങ്ങ് പൊക്കോളും. നിങ്ങൾ അത് എടുത്ത് വെറുതെ വഴക്കുണ്ടാക്കരുതെന്ന് വെച്ചാൽ മതി. എന്ത് കാര്യത്തിന് വേണ്ടി? അവയാലും യാക്കോബിനെ പഠിക്കത്തില്ലെങ്കിൽ പിന്നെന്തിനാ ഈ പ്രവാചകന്മാരെ വിളിച്ച് നിങ്ങൾ ഈ തകിടും മറ്റേത് മറിച്ചൊക്കെ എടുപ്പിക്കുന്നേ? എനിക്കറിയാൻ വയ്യ. That is wrong. നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾക്കകത്ത് പെട്ടുപോകരുത്. എന്താ ഈ സംഭവിക്കുന്നറിയാമോ? അമ്മായിയമ്മയും മരുമക്കളെ നമ്മൾ പിണക്കുന്നത് മിക്കവരും ഈ പ്രവാചകന്മാരാണ്. അയൽവക്കക്കാരെ നമ്മൾ പിണക്കുന്നത് മുഴുവൻ ഈ പ്രവാചകന്മാരാണ്. ഐ ആം നോട്ട് ജോക്കിംഗ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ശത്രു, ബ്രദറെ, ശത്രു. എന്തോ ശത്രു? എവിടുത്തെ ശത്രു? നിങ്ങളുടെ അയൽവക്കക്കാരാണോ നിങ്ങളുടെ ശത്രു? നിങ്ങൾ വെറുതെ എന്തിനാണ് ഇവരുടെ വാക്കുകളെ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്? ദാറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. നിങ്ങൾക്ക് ശത്രു നിങ്ങളുടെ അയൽവക്കക്കാരനല്ല, നിങ്ങളുടെ ബോസ് അല്ല. നിങ്ങൾക്കെതിരെ ആരും ആഭിചാരം ചെയ്തിട്ടില്ല. നിങ്ങൾ അത്രയ്ക്ക് വലിയ ആളാണ്, നിങ്ങൾക്കെതിരെ ഇത്ര ആഭിചാരം ചെയ്ത് എന്തോ ചെയ്യാൻ? എത്ര വലിയ കാര്യത്തിൽ നിന്റെ ബിസിനസ് നന്നാകാതിരിക്കാൻ? നിന്റെ ബിസിനസ് നന്നായി അവനെന്താ? അവന്റെ ബിസിനസ് നന്നാകാൻ അവൻ വല്ലതൊക്കെ ചെയ്തോളൂ. നിന്റെ ബിസിനസ് അവൻ നന്നായാലും അവനെന്താ? നിന്റെ ബിസിനസ് കൂട്ടുന്നതിനകത്ത് മിക്കവാറും ദൈവത്തിന്റെ കൈയാന്ന് മനസ്സിലാക്കുക, അല്ലാതെ ശത്രുവിന്റെ കൈയൊന്നും അല്ല. ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഞാൻ പറയുകയാണ്. ഒരു പ്രാർത്ഥനക്കാരനുണ്ടായിരുന്നു, ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്. അവൻ ഒരു ദിവസം വീടിന്റെ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഒത്തിരി പേര് അവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന ആളാ, ഒരു പ്രാർത്ഥനക്കാരനാ. ഒരു സ്റ്റോറിയാണ്. പ്രാർത്ഥനക്കാരൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് വീടിന്റെ പുറത്ത് വലിയൊരു പാറ കിടക്കുന്നു. അവന് മനസ്സിലായി ഇത് ശത്രു കൊണ്ടിട്ടാണെന്ന്. അവനൊരു അകത്ത് ചെന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ പാറ മാറിപ്പോകണമേ, എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുവിന്റെ കരങ്ങളെ നീ ബന്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥന. പ്രാർത്ഥിച്ചിറങ്ങി നോക്കി, പാറ അവിടെ തന്നെയുണ്ട്. പാറ പോയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പിന്നെ അകത്ത് കയറി ചിന്തിച്ച് വെറുതെ പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. അവൻ 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇവൻ വന്ന് നോക്കി, ഇത് പാറയോന്ന്. പാറ അവിടെ തന്നെയുണ്ട്.
അവനത് 7 ദിവസമാക്കി. 3, 7 അങ്ങനെയാണല്ലോ പോകുന്നത്. 7 ദിവസം ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല. ഒടുവിൽ 21 ദിവസം ഉപവാസം കൊടുത്ത് 21 ദിവസം ഉപവാസം കൊടുത്തിട്ട് മാറിയില്ല. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നീ എന്തോ എന്നോട് കാണിക്കുന്നത്? ഈ പാറ മാറിപ്പോണത് നീ 21 ദിവസം ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്താ മാറാത്തത്? കർത്താവ് പറഞ്ഞു, അതെ തന്നെ മാറത്തില്ല, നീ മാറ്റാൻ പറഞ്ഞു. ഞാൻ മാറ്റാനോ? അതെ, നീ മാറ്റണം. അവൻ എന്ത് ചെയ്തു? അവൻ വന്നിട്ട് ഇവത്തെ പിടിച്ച് നോക്കാൻ പറഞ്ഞു. ഉപവാസമല്ലേ, കുറച്ചു നേരമൊക്കെ പിടിച്ച് നോക്കിയിട്ടൊന്നും ഒന്നും മാറുന്നില്ല. ഇവിടെ കർത്താവ് പറഞ്ഞു, മോനെ പോയി വല്ലതും കഴിക്കും. കഴിച്ചു കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുക? ഇത് മാറ്റാനായിട്ട് പരിശ്രമിക്കുക. അന്ന് അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് മാറ്റാൻ നോക്കി, മാറിയില്ല. അവൻ കർത്താവിനോട് പിന്നെയും അവൻ കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നാളെ നോക്ക്. അവൻ പിറ്റേ ദിവസം വന്നു. അങ്ങനെ 5-6 മാസം ഇവൻ എന്ത് ചെയ്ത്? എല്ലാ ദിവസവും രാവിലെ വന്നത്തെ പരിപാടി പാറ മാറ്റാനായിട്ട് പരിശ്രമിക്കുകയാണ്. 6 മാസം പരിശ്രമിച്ചിട്ടും ഈ പാറ മാറിയില്ല. ഉടനെ അവൻ കർത്താവ് പറഞ്ഞു, കർത്താവേ നീ പറഞ്ഞനുസരിച്ച് ഞാൻ ഇത് പാറ മാറ്റാനും നോക്കി, ആ ശത്രു കൊണ്ടിട്ട പാറ ഇതുവരെ ആയിട്ടും മാറിയില്ല. കർത്താവ് ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? ആ ശത്രു കൊണ്ടിട്ട പാറയോ? പിന്നല്ലാതെ, എടാ ആ ശത്രു അല്ല കൊണ്ടിട്ടത്, പിന്നെ ആരാ? ഞാനാണ് അതവിടെ കൊണ്ടിട്ടത്. കർത്താവേ നീയാണ് ഇത് കൊണ്ടിട്ടത്, എന്റെ വീടിന്റെ മുമ്പ് നീ എന്തിനാ ഇത് കൊണ്ടിട്ടത്? അത് ഞാൻ നോക്കിയപ്പോൾ നിന്റെ മസിൽസ് ഒക്കെ വളരെ ചെറുതാ, നിന്റെ സ്പിരിച്വൽ മസിൽസ് ഒന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, നീ ഒന്ന് അധ്വാനിച്ചാലേ പറ്റുള്ളൂ മനസ്സിലായതുകൊണ്ട് ഞാനൊരു പാറ കൊണ്ടിട്ടതാ. ഇപ്പൊ കണ്ടോ നിന്റെ മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആയി. 6 മാസം ഈ പാറയിലിട്ട് പിടിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? നിന്റെ മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ കൊണ്ടിട്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെല്ലാം സാത്താൻ കൊണ്ടിരുന്ന ഒന്നും അല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് തന്നെ അവനാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെ കൊണ്ടിരുന്നത്, പിശാചല്ല. പിശാച് നമ്മുടെ നന്മ എടുത്തുകൊണ്ട് പോകുന്നു നിങ്ങൾ ചിന്തിക്കില്ല. അവൻ ചില കൂടുതൽ തന്നേലേ ഉള്ളൂ. കാര്യം ചില കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോളും? ദൈവത്തിൽ നിന്ന് അകന്നോളും. ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് നന്മ കൊണ്ട കൊടുക്കത്തേ ഉള്ളൂ പിശാച്, നോർമലി. അതുകൊണ്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പിശാച ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ ഈ പ്രവാചകന്മാർ വന്ന് നിങ്ങളെ വഞ്ചിക്കരുത്. നിങ്ങളുടെ പൈസയും കൊണ്ടുപോകും, നിങ്ങളുടെ സമാധാനം കൊണ്ടുപോകും. മറ്റുള്ളവരാണെങ്കിൽ ഒന്നിനെ പൈസയെ കൊണ്ടുപോകില്ല. കള്ളം വരുന്നതിനേക്കാളും കഷ്ടമാണ്. കള്ളം വന്നാൽ പൈസയുടെ കൊണ്ടുപോകുള്ളൂ. ഇത് അതുമല്ല, മനസമാധാനം കൂടെ നഷ്ടപ്പെടുത്തിയിട്ട് മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കാനും എന്തൊരു നിങ്ങൾ ചിരിച്ചാൽ മാത്രം പോരാ, ഇതൊരു ഫാക്റ്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഈ പ്രവാചകന്മാർ വന്ന് ഇങ്ങനെയുള്ള വേദവിപരീതമായ ഉപദേശങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ പോകത്തില്ല എന്ന്. ഞാൻ ബ്ലാക്ക് മജീഷ്യൻസിന്റെ കൂടാരമാണ് ആഫ്രിക്ക, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടുത്തെ കാര്യം പോലൊന്നുമല്ല, അവിടെ ഈ കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിട്ട് നടക്കുന്ന സ്ഥലങ്ങളിലാണ് എന്റെ പ്രവർത്തനം. അവിടെ സ്ഥിരമായിട്ട് ഞാൻ അവിടെ പറയുന്ന കാര്യമാണ്, എനിക്കെതിരെ ഈ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മജീഷ്യനെ വിളിച്ചോണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ആഭിചാരം ചെയ്തോ. എനിക്കത് പറ്റത്തില്ല. ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. അതെനിക്ക് ബോധ്യമുണ്ട്. പിന്നെ ആഹാരത്തിലൂടെ, മുട്ടയ്ക്കകത്തൂടെ നിങ്ങൾ എന്ത് ബ്ലാക്ക് മാജിക് ചെയ്തും എനിക്ക് എന്തെങ്കിലും തന്നോ, മുട്ട തന്ന മുട്ട ഞാൻ തിന്നോളാം, ചീമുട്ട ആകരുതെന്നുള്ളതേ ഉള്ളൂ. എനിക്കൊന്നും പറ്റത്തില്ല. മുട്ടയ്ക്കകത്തോടൊന്നും പിശാച് നിങ്ങളുടെ ഉള്ളിൽ കയറത്തില്ല പ്രിയമുള്ളവരെ. അത് ആദ്യം മനസ്സിലാക്കുക. വേറെ എവിടെങ്കിലും മുട്ടയ്ക്കകത്തോടെ പിശാച് കയറി പറഞ്ഞിട്ടുണ്ടോ? ഇത് എവിടുന്ന് വന്നതാണ് നിങ്ങൾ ആലോചിക്കണം. ഈ ഈസ്റ്റേൺ ചിന്താഗതി, ഈ വേദപുസ്തകത്തിലില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് എണ്ണ കൊടുത്ത് ഛർദ്ദിപ്പിച്ച് പിന്നെ ഇതിലെ കൂടെ പോയി ഛർദ്ദിലൂടെ പിശാച് ഇറങ്ങിപ്പോയെന്നൊക്കെ പറയുന്നത് എവിടുത്തെ ആഭിചാരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഐ എം നോട്ട് ജോക്കിംഗ്. ഇതൊന്നും പറയണമെന്ന് വെച്ച് പറയുന്നതല്ല. ഇങ്ങനെ മനുഷ്യനെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാ. നിങ്ങൾ ഛർദ്ദിലൂടെ ഒന്നും പോകുന്ന ഒന്നും അല്ല ഈ പിശാച് എന്ന് പറയുന്നത്. പിശാച് വയറ്റിലൊന്നും അല്ല കിടക്കുന്നത്. പിശാച് നിങ്ങളുടെ തലയിലും ഹൃദയത്തിലും ഒക്കെ കയറി കിടക്കുന്നത്. അതൊക്കെ കളയണമെങ്കിൽ വയറ്റിൽ നിന്ന് ഛർദ്ദിച്ചാലൊന്നും പോകത്തൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഓക്കെ, ക്രോസ് ശത്രുത്വമില്ലാതെയാക്കി. പ്രവാചകന്മാർ വന്ന് പിന്നെ ശത്രുത്വം ഉണ്ടാക്കരുത്. നിങ്ങളുടെ ക്രൂശ്, കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത് നീയും നിന്റെ സഹോദരനും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കാനാണ്. പിശാച് മനുഷ്യനെ ശത്രുക്കളാക്കാനായിട്ട് നോക്കുമ്പോൾ കർത്താവ് വന്നിട്ട് നിങ്ങളുടെ ശത്രുത്വം ഇല്ലാതെയാക്കാൻ കാൽവറി ക്രൂശിൽ രക്തം കൊടുത്തിട്ട് നിന്റെ സഭയിൽ നിന്റെ കൂടെ ആരാധിക്കുന്ന നിന്റെ സഹോദരനെ ശത്രുവായിട്ട് കണക്കാക്കത്തക്ക നിലയിൽ ഒരു പ്രവാചകൻ വന്ന് സംസാരിച്ചാൽ, ഐ ഹാവ് ഹേർഡ് ഇറ്റ് മെനി ടൈംസ്. കൂട്ട് സഹോദരനെതിരായിട്ട്, കൂട്ട് ശുശ്രൂഷകനെ കുറിച്ച് ഞാൻ ഒരിക്കലും ഒരു പ്രവാചകൻ ഒരാളോട് പറയുന്നത് കേട്ടോ. ഒരു പാസ്റ്ററോട് പറയാണ്, അച്ചായൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം സഭയിൽ നിന്ന് അറിയുന്നതാ, ഇപ്പോൾ അച്ചായൻ ശുശ്രൂഷ ഏൽപ്പിച്ചേച്ച് പോകുന്ന ആൾ അച്ചായനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്റെ ബ്രദറെ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണല്ലോ. അദ്ദേഹം ഒരിക്കലും എനിക്കെതിരെ അങ്ങനെ ചെയ്തില്ല. അങ്ങനല്ല. അദ്ദേഹം കുറച്ചേരം കണ്ണടച്ചിരുന്നിട്ട് പിന്നെ പറഞ്ഞു, അല്ല, അച്ചായനെതിരെ അദ്ദേഹം ചില ആലോചനകൾ സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് പറയാൻ, എന്തൊരു കഷ്ടം. ദൈവസഭയെ വിഘടിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള പ്രവാചകന്മാർ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതൊക്കെ എന്ത് ചെയ്യാനാ? യു നീഡ് ടു ബി വെരി കെയർഫുൾ. ഞാൻ പ്രവചന ശുശ്രൂഷയുള്ള ആളാ.
ഞാൻ പ്രവചിച്ചിട്ടുമുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കൃപാവരങ്ങളൊക്കെ അനുഭവിക്കുക മാത്രമല്ല ശുശ്രൂഷ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്ര തൻ്റെ അടുത്തോടെ പറയുന്നത്. അല്ലെങ്കിൽ പ്രവാചകന്മാർ എൻ്റെ അടുത്ത് വന്ന് പറയും, എന്തുവാ ഇയാൾക്ക് ഇല്ലാത്തതിന്റെ കൊതിക്കറുവാന്ന് പറയും. അങ്ങനൊന്നും അല്ല. ഐ എം നോട്ട് ജോക്കിംഗ്. ഇല്ലാത്തതിന്റെ കൊതിക്കറുവൊന്നും അല്ല. ഈ രീതിയിലുള്ള ഒരു ദൈവവിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ സഭയിൽ അരങ്ങേറുന്നത് കണ്ടിട്ടുള്ള സങ്കടം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്രൂശ് ശത്രുത്വം ഇല്ലാതെയാക്കി. നമ്മൾ ശത്രുത്വം ഉണ്ടാക്കുവാനായിട്ട് ഒരാളെയും ഒരു ശുശ്രൂഷകനെയും അനുവദിച്ചുകൂടാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ക്രൂശ് നമ്മളെ നീതീകരിച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, നീതീകരിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റിഫൈഡ്, ദാറ്റ് മീൻസ് നേരെയാക്കുക. പല അർത്ഥങ്ങൾ അതിനുണ്ട്. പക്ഷെ അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത് ലെവല് ചെയ്യാന്നുള്ളത്. നീതീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവല് ചെയ്യാന്നുള്ള. രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇടയ്ക്കൊന്നും ഇല്ലാത്ത നിലയിൽ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഞാനും നിങ്ങൾക്ക് മധ്യത്തിൽ ഈ പോഡിയം ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മധ്യത്തിൽ വാസം പറഞ്ഞു കഴിഞ്ഞാൽ നീതി ഇല്ല എന്ന് പറയുന്നത്. സദാക്ക എന്ന് പറഞ്ഞ വാക്കിന്റെ ഒരു പ്രത്യേകത ഏതാണ്? എനിക്കും നിങ്ങൾക്ക് മധ്യത്തിൽ വേറെ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേജ്, എനിക്കും ദൈവത്തിന് മധ്യത്തിൽ മറ്റൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേജാണ് വാസ്തവത്തിൽ നീതീകരിക്കുക എന്ന് പറയുന്നത്. പാപത്തിന്റെ വന്മതിൽ എനിക്കും ദൈവത്തിന് മധ്യേ ഉണ്ടായിരുന്നു. പക്ഷേ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? യേശു കർത്താവ് വന്ന പാപത്തിന്റെ വന്മതിൽ നീക്കി എനിക്കും ദൈവത്തിന് മധ്യത്തിനുണ്ടായിരുന്ന വേർപാടിന്റെ ആ നടിച്ചുവർ അവൻ എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ഇപ്പോൾ എനിക്കും ദൈവത്തിനും മധ്യത്തിൽ പാപത്തിന്റെ വന്മതിലില്ല. ഐ ഹാവ് ആക്സസ് ടുവേർഡ്സ് ഗാഡ്. ആൻഡ് ഓൾസോ അതിന്റെ മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് നേരെയാക്കുക, ലെവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന ഒന്നിനെ വലിച്ചു പൊക്കിയെടുത്ത് നേരെയാക്കുക എന്നുള്ളതാണ്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അധമപാതാളത്തിലേക്ക് വീണുകൊണ്ടിരുന്ന എന്നെ അവൻ വലിച്ചെടുത്ത് ദൈവത്തിന്റെ ലോകത്തോട് നേരെയാക്കി. ഇപ്പോൾ നേരെയാക്കിയത് കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ ലോകത്തേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു. See, because I was deep down and God was sitting somewhere very high. So I couldn't just enter into the presence of God because I was so down that I couldn't come up by myself. You know what happened? The blood of Jesus അതെന്നെ അധമ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ താഴോട്ട് വീണോണ്ടേ ഇരിക്കുകയായിരുന്നു. താഴെ ചെന്ന് കാണത്തില്ല, പക്ഷെ താഴോട്ടായിരുന്നു. I was heading towards hell. അങ്ങനെ പാപത്തിന്റെ ലോകത്ത് ജീവിച്ച് അധമ പാതാളത്തിലേക്ക് വീണുകൊണ്ടിരുന്ന എന്നെ അവൻ അവിടെ നിന്ന് വലിച്ചു പൊക്കിയെടുത്ത് ദൈവത്തിന്റെ ലോകത്തിന് നേരെയാക്കിട്ട് പറഞ്ഞു, now you have access towards God. അതാണ് അവിടെ താഴെ പറയുന്ന 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നതായ കാര്യം എന്താണെന്ന് അറിയാമോ? നമുക്ക് ദൈവത്തിൽ സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. We have access towards God. ദൈവത്തിന്റെ ലോകത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാനാണ് ഈ കൃപയിലേക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ക്രൂശ് നമ്മളെ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ദൈവവും നമുക്ക് മധ്യത്തിലുണ്ടായിരുന്ന വേർപാടിനെ ഇടിച്ചു കളഞ്ഞത് മാത്രമല്ല, അവന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ കാൽവറി ക്രൂശ് എനിക്കൊരു പാലം പോലെ ആയി തീർന്നിരിക്കുന്നു. ദൈവത്തിന്റെ ലോകത്തിലേക്ക് എനിക്കിപ്പോൾ നടന്നു കയറാൻ കഴിയും കാൽവറി ക്രൂശിലൂടെ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് the cross of Christ. It is reconciliation. 2 Corinthians chapter 5 verse 18 to 19. 2 Corinthians chapter 5 verse 18 to 19 അവിടെ വായിക്കുന്നത്, ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടത് നീതീകരിച്ചതാണ് അല്ലെ, ജസ്റ്റിഫൈഡ്. നൗ ഇറ്റ് ഈസ് റിക്കൺസൈൽഡ്. റിക്കൺസൈൽഡ് എന്ന് പറയുമ്പോൾ നിരപ്പിച്ചു എന്ന വാക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ അർത്ഥമുണ്ട്. റിക്കൺസൈൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പിണങ്ങിയിരിക്കുന്ന രണ്ടുപേരെ തമ്മിൽ റിക്കൺസൈൽ ചെയ്യുന്നു. നമ്മൾ പറയും എന്താണ്? അവരെ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് എന്റെ കയ്യിൽ പിടിച്ചിട്ട് ദൈവത്തിന്റെ കയ്യിലോട്ട് എന്റെ കരങ്ങളെ വെച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജ്. ശത്രുക്കളായിരുന്ന രണ്ടുപേരുടെ മധ്യസ്ഥനാവുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നു, യേശു നമ്മുടെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. വേറെ അത് ഇവിടെ കൊണ്ട് നിർത്തരുത്. ഈ പാസേജസ് നിങ്ങൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് വിക്ടറി ഓവർ ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളുടെ മേലും വിജയം നേടിത്തന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. നോക്കുക, ക്രൂശിലാണ് ജയോത്സവം കൊണ്ടാടിയത്.
ഇപ്പൊ ആളുകൾ പറയുന്നത് ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നു, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവനൊരു വിജയമായെന്നാ. പ്രിയമുള്ളവരെ, പണ്ട് സിക്കന്ദന്റെ അപ്പച്ചനുണ്ടായിരുന്നു പറയുമായിരുന്നു. ഞാൻ കൊച്ചായിരുന്ന സമയത്ത് ഈ പ്രായമുള്ള ഒത്തിരി പേരുമായിട്ടും അടുത്ത് കുറച്ചൊക്കെ ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഞാനിപ്പോഴും ഓർക്കുന്നു. ഇതൊക്കെയും പുസ്തകം പഠിക്കാത്തതിന്റെ കുഴപ്പമല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഇതൊക്കെയും പുസ്തകം പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. എന്ത്? ക്രൂശ് ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ പകൽ വെളിച്ചം പോലെ എഴുതി വെച്ചിരിക്കുകയാണ്, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിലാണ് ജയോത്സവം കൊണ്ടാടിയത്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ കാൽവറി ക്രൂശ് സകല അന്ധകാര ശക്തികളുടെയും മേലുള്ള ജയോത്സവമായിരുന്നു. അവരെ ആയുധവർഗം വെപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആയുധവർഗം വെപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം ഒരു പട്ടാളം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് തോൽക്കുമ്പോൾ, ഇപ്പോൾ അങ്ങനെയൊന്നും നടക്കാറില്ല, പക്ഷെ പണ്ട് കാലത്ത് തോറ്റ പട്ടാളക്കാര് ഈ ജയിച്ച രാജ്യത്തിന് അല്ലെങ്കിൽ പടനായകന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ ആയുധം താഴെ കൊണ്ട് വെക്കണം. അടുത്ത കാലയളവിൽ അത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്രിഗേഡിയറുകളൊക്കെ അറിയാം. ജനറൽ സാം മനക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജനറൽ സാം മനക്ഷേ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ഇതേപോലെ ആയുധവർഗം വെപ്പിക്കുക എന്നതുപോലെ എന്താണ് ഒരു മാർച്ച് പാസ്റ്റ് സാം മനക്ഷേ വന്ന് നിൽക്കും. എന്ത് ചെയ്യും? the soldiers of the other country, they were coming and laying their arms down. അതുപോലെ ഒരു പ്രവൃത്തിയാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തത്. എന്ത്? ക്രൂശിൽ അവൻ ജയാളിയായത് കൊണ്ട് അവൻ ശത്രുവർഗത്തോട് മുഴുവൻ പറയുകയാണ്, കം, എന്ത് ചെയ്യണം? എന്റെ മുമ്പിൽ നിങ്ങളുടെ ആയുധം കൊണ്ടുവയ്ക്കുക. അങ്ങനെ അവരെ ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യ കോലമാക്കി, മെയ്ഡ് ദം എ പബ്ലിക് എക്സാമ്പിൾ. അപ്പോൾ ക്രൂശിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് യേശു ഒരു പരസ്യകോലമായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ അദൃശ്യ ലോകത്തിൽ കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്ന യേശുവാണ് ജയോത്സവം കൊണ്ടാടുന്നത്. നമ്മൾ നോക്കുമ്പോൾ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വെടിയുന്ന യേശുവിനെയാണ് കാണുന്നത്. പക്ഷെ അദൃശ്യ ലോകത്തിൽ അവന്റെ കരച്ചിൽ ഒരു ജയോത്സവമാണ്. ഇൻ ദ വിസിബിൾ വേൾഡ്, ഇൻ ദ ഹിസ്റ്ററി, ഇൻ ഫാക്ട് he was crying and crying before he was dying and he was dead. അവൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ്? അവൻ ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. പക്ഷേ പോള് വിശ്വാസത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിച്ച് കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? അതൊരു കരച്ചിലല്ല, പ്രത്യുത he was proclaiming victory. വിജയം കൊണ്ടാടുകയാണ്. വിജയത്തിന്റെ വലിയ ഒരു ആർത്തന ഒരു വലിയ ഒരു ശബ്ദമാണ്. It's really he was proclaiming victory. ഇതാ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് ജയോത്സവം കൊണ്ടാടി. Hallelujah. This is what exactly the cross was doing. I'm not explaining it. Come on. And the cross of Christ is salvation for mankind. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ഇതിനപ്പുറത്ത് വേറെ ഒരു കാര്യവും ആവശ്യമില്ലാതെ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യവും 18-ാം വാക്യവും അതിന്റെ 23-ാമത്തെ വാക്യവും നമ്മളിന്ന് വായിക്കുമ്പോഴത്തേക്ക് ക്രോസ് എന്താണ്, നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് നമുക്ക് അവിടെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. വേഴ്സ് 17 17-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും. വേഴ്സ് 18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗാഡ് ഫോർ സാൽവേഷൻ. നാം രക്ഷിക്കപ്പെടുന്നത് നമുക്കതൊരു ദൈവശക്തിയാണ്. രക്ഷിക്കപ്പെടുവാനുള്ള ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ പവർ ദാറ്റ് വി സീ ഓർ വി കൺസിഡർ വെൻ വി ആർ വർഷിപ്പിംഗ് ഗാഡ്. അതൊന്നുമല്ല, അങ്ങനെ ഒരു ശക്തിയെ കുറിച്ചല്ല പറയുന്നത്. It has got the power to save mankind. സാൽവേഷന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് എന്ത്? ക്രോസ് എന്ന് പറയുന്നത്, ക്രൂശിന്റെ വചനം. അല്ലാതെ ഈവൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ വചനം പോലുമല്ല. ഞാൻ പറഞ്ഞത് ഉയർത്തെഴുന്നേൽപ്പ് ഇസ് ഓഫ് കോഴ്സ് ദാറ്റ്സ് എ ബിഗ് തിങ്. പക്ഷേ ക്രൂശിനെ അങ്ങനെ അവഗണിച്ച് പറയാനൊന്നും ആർക്കും കഴിയത്തില്ല. ക്രൂശ് ഒരു പരാജയമാണെന്നല്ല, ക്രൂശിന്റെ വചനം, അല്ലാതെ ഉയിർപ്പിന്റെ വചനം എന്നല്ല. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയും ആകുന്നു. വേഴ്സ് 22 നമ്മളവിടെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നല്ല പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോ പറയുന്നത് ഞാൻ പ്രസംഗിക്കുന്നത്, ഇന്ന് വലിയൊരു പ്രീച്ചറാ, ഞാൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ല, ഞാൻ പ്രസംഗിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ്. പക്ഷെ പോൾ പറയാണ്, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ്. സാജു പ്രസംഗിക്കുന്നതും ക്രൂശിക്കപ്പെട്ട യേശുവിനെ തന്നെയാണ്. പോളിന് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിച്ചാൽ മതിയായിരുന്നെങ്കിൽ എനിക്കും അത് മതി.
ഹല്ലേലൂയ. ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ദയവായിട്ട് വിശ്വസിക്കരുത്. ക്രൂശിലാണ് അവൻ ജയോത്സവം കൊണ്ടാടിയത്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വേറൊരു വാസ്തവമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു. ഐ ബിലീവ് ഇറ്റ്. പക്ഷേ ക്രോസ് ഒരു പരാജയമാണെന്ന് പറയണമെങ്കിൽ അസാമാന്യമായ വേദ അജ്ഞത ആവശ്യമാണ്. അസാമാന്യമായ വേദ വിജ്ഞാനമല്ല, അസാമാന്യമായ വേദ അജ്ഞത ആവശ്യമാണ് ക്രോസ് ഒരു പരാജയമാണെന്ന് പറയണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ഫൈനലി ഞാൻ ക്രോസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒടുവിലായിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നത്, ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് കംപ്ലീറ്റ്. അത് കംപ്ലീറ്റ് ആണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്. അതിനോട് കൂടെ മറ്റൊന്നും ആവശ്യമില്ല. നമ്മൾ 1 Corinthians chapter 2 verse 2 നമ്മൾ കാണുമ്പോൾ അവിടെ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും, അവിടെ പോൾ പറയുന്ന രണ്ടാമത്തെ വാക്യത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. വേറെ ഒന്നും അറിയാത്തവൻ. എന്തുകൊണ്ട്? ക്രൂസിന് അഡീഷൻസ് ഒന്നും വേണ്ട. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രോസ് പ്ലസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന് 30 വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന അവസാനത്തെ വാക്ക് എന്താണ്? ഇതാ സകലതും നിവൃത്തിയായി എന്നാണ്. ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി. ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. എവറിതിങ് ഈസ് ഗിവൺ. എല്ലാം കൊടുത്തു വീട്ടിയിരിക്കുന്നു. ഇനിയിപ്പോ കൊടുത്തു വീട്ടാനായിട്ട് ഒന്നുമില്ല. സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ്, അതിനാവശ്യമായിരിക്കുന്ന ഒരേ കാര്യമുള്ളൂ. എന്താണ്? ഇറ്റ് ഇസ് എ ക്രോസ് ആൻഡ് ക്രോസ് പ്ലസ് നത്തിങ്. ക്രൂശ് അല്ലാതെ അതിനപ്പുറത്തായിട്ട് വേറെ ഒരു കാര്യവും ആവശ്യമില്ല. ഇതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, സമയത്തിന്റെ പരിമിതിക്ക് അനുസരിച്ച് വെച്ച് ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. എന്നാൽ ഇന്ന് ആർക്കും ഈ ക്രൂശ് വേണ്ടാതായിരിക്കുന്നു. ദാറ്റ്സ് എ ബിഗസ്റ്റ് പ്രോബ്ലം. ഓസ്വാൾഡ് ചേംബേഴ്സ് പറഞ്ഞൊരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓൾ ഹെവൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. സകല സ്വർഗവും യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഓൾ ഹെൽ ഈസ് ടെറിബിളി അഫ്രൈഡ് ഓഫ് ഇറ്റ്. നരകത്തിന് ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ടെറിബിളി അഫ്രൈഡ്. ഭയങ്കര ഭീതിയാണ്. while men are the only beings who more or less ignore its meaning. എന്നാൽ ക്രൂശിന്റെ അർത്ഥം അവഗണിക്കുന്നത്, അതായത് ഇതിനെ നിസാരവൽക്കരിക്കുന്നത് മനുഷ്യവർഗം മാത്രമാണ്. All heaven is interested in the cross of Christ. All hell is terribly afraid of it, while men are the only beings who more or less ignore its meaning. Vincent Havener പറയുന്ന ഒരു വാചകം, we need men of the cross with the message of the cross bearing the marks of the cross. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ക്രൂശിന്റെ മനുഷ്യരെയാണ്. ക്രൂശിന്റെ സന്ദേശവുമായി പോകുന്ന ക്രൂശിന്റെ മനുഷ്യർ തന്നെയല്ല, ക്രൂശിന്റെ പാടുള്ള, ക്രൂശിന്റെ the mark of the cross. പോൾ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിക്കുന്നു. ഇന്ന് കുരിശിന്റെ പാടുള്ള എത്ര സുവിശേഷകർ നമുക്കുണ്ട്. ക്രോസിന്റെ മാർക്കുള്ള എത്ര സുവിശേഷകർ നമുക്കുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് we need men of the cross who is having a message of the cross bearing the marks of the cross. എഡബ്ല്യു ടോസ് പറഞ്ഞ ഒരു വാചകം കൂടെ ഞാൻ പറയട്ടെ. The old cross slew men, the new cross entertained them. പഴയ ക്രൂശ് മനുഷ്യനെ കൊല്ലുകയായിരുന്നു. ഇന്ന് പുതിയ ക്രൂശ് മനുഷ്യനെ എന്റർടൈൻ ചെയ്യുകയാണ്. And the old cross condemns and the new cross amuses. പഴയ ക്രൂശ് ന്യായം വിധിക്കുകയായിരുന്നു, എന്നാൽ പുതിയ ക്രൂശ് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. ആൻഡ് ദി ഓൾഡ് ക്രോസ് ഡിസ്ട്രോയ്സ് കോൺഫിഡൻസ് ഇൻ ഫ്ലഷ്. പഴയ ക്രൂശ് നമ്മുടെ ജഡത്തിലുള്ള നമ്മുടെ കോൺഫിഡൻസിനെ നശിപ്പിച്ചു കളയുകയായിരുന്നു. ആൻഡ് ദി ന്യൂ ക്രോസ് എൻകറേജസ് ഇറ്റ്. ദിസ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് വി ഫേസ് ഇൻ ദീസ് ഡേയ്സ്. ഓ മൈ ഫ്രണ്ട്സ്, ലോകത്തിൽ 2 തരത്തിലുള്ള ജനങ്ങളെ ഉള്ളൂ. ഞാനത് നാളെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ നമുക്ക് പറയാം. 1 ക്രൂശിൽ പ്രശംസിക്കുന്നവർ, 2 ക്രൂശിന്റെ ശത്രുക്കൾ. ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളെ ഉള്ളൂ. 1 ക്രൂശിൽ പ്രശംസിക്കുന്നവർ, 2 ക്രൂശിന്റെ ശത്രുക്കൾ. ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് 2ലും കൂടെ ആളാകാനായിട്ട് പറ്റത്തില്ല. നമ്മളോട് തന്നെ ചോദിക്കണം, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്താണ് എനിക്ക്? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്നിൽ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എനിക്ക് എന്താണ് ചെയ്തു തീർത്തത്? ന്യായപ്രമാണത്തിന്റെ അടിമയായിരുന്ന എന്റെ വിയർപ്പിന്റെ ലോകത്ത് നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് എത്ര പരിശ്രമിച്ചാലും എന്റെ നിഷ്ഫലമായ അധ്വാനം, അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്റെ അധ്വാനം എത്ര കൂടിയാലും വേണ്ടിയില്ലായിരുന്നു. ഒരിക്കലെങ്കിലും എനിക്ക് അവിടെ ചെന്ന് കയറുവാൻ, ദൈവ സംസർഗത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ കഴിയുമായിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ദൈവ സംസർഗത്തിലേക്ക് എനിക്ക് വേണ്ടി മോസസ് ഒരു കയറേണി ഇറക്കി തന്നപ്പോൾ എനിക്കത് പിടിച്ചു കയറാൻ കഴിവില്ലാതിരുന്ന സമയത്ത് യേശു കർത്താവ് ഇറങ്ങി വന്നവന്റെ രക്തം കൊടുത്ത് ആത്മാവിന്റെ ചിറകുകളെ എനിക്ക് വെച്ച് തന്ന് ദൈവത്തിന്റെ സംസർഗത്തിലേക്ക് എന്നെ വലിച്ചു കയറ്റിയതായ ആ ക്രോസ്,
ആ ക്രോസാണ് അധമ പാതാളത്തിലേക്ക് താഴെ വീണുകൊണ്ടിരുന്ന എന്നെ അവൻ കരം പിടിച്ചുയർത്തി ദൈവത്തിന്റെ ലോകത്തോട് നിരപ്പിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, കമോൺ, ഈ ക്രോസ് അവൻ എനിക്കും എന്റെ ലോകത്തിനും ദൈവത്തിന്റെ ലോകത്തിനും മധ്യത്തിലേക്ക് ആ വിടവ് നികത്തുവാൻ അവന്റെ ക്രോസ് വെച്ച് തന്നിട്ട് അവൻ പറഞ്ഞു, നടന്നോ, യു ഹാവ് ആക്സസ് ടുവേർഡ്സ് ദ കിങ്ഡം ഓഫ് ഗോഡ്, യു ഹാവ് ആക്സസ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തോട് സമാധാനമുണ്ട്, നടന്ന് കയറിക്കോളാൻ പറയുകയാണ്. ഹൗ അബൌട്ട് ദ ക്രോസ്? വാട്ട് ഈസ് ക്രോസ് ടു യു? എന്താണ് യേശുവിന്റെ ക്രൂശ് നിങ്ങൾക്ക്? നമുക്ക് ഇവിടെ കണ്ണുകളെ അടയ്ക്കാം. എവരിബഡി ക്ലോസ് യുവർ ഐസ്. ഹല്ലേലൂയ. തന്റെ ക്രൂശെടുത്ത് അനുഗമിക്കാത്തവന് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ അതിന് മുമ്പ് അവൻ പറഞ്ഞു, ഞാൻ എന്റെ ക്രൂശ് എടുക്കുകയാണ്. ഗോതമ്പ് മണി നിലത്ത് മണി ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ചവൻ എന്ന നിലയിൽ യവനന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ എന്ന നിലയിൽ യവനന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് ഐ ആം ഡൈയിങ് ആൻഡ് ഐ ആം ഗ്ലോറിഫൈഡ്. ഡെത്ത് ഈസ് ഗ്ലോറി എന്നുള്ള വലിയ യാഥാർത്ഥ്യം, മരണമാണ് മഹത്വം എന്നുള്ള വലിയ യാഥാർത്ഥ്യം. എന്റെ തകർച്ചയിൽ നിന്ന് മാത്രമേ എനിക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. എന്റെ പുറന്തോട് പൊട്ടുമ്പോൾ മാത്രമേ എന്നിൽ നിന്ന് മുള പൊട്ടുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ആ ഒരു ക്രോസ് എക്സ്പീരിയൻസിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവേ, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ, അതിന്റെ പുറന്തോട് പൊട്ടിപ്പോകുന്നത് പോലെ എന്റെ പുറന്തോട് പൊട്ടിപ്പോകട്ടെ, എന്റെ സെൽഫ് പൊട്ടിപ്പോകട്ടെ, എന്റെ ഇച്ഛകൾ തകർന്നു കൊള്ളട്ടെ. അതിനപ്പുറത്ത് കർത്താവേ, എനിക്കറിയണം, എന്നിൽ നിന്ന് മുള പൊട്ടുന്ന ആ അനുഭവം എനിക്കുണ്ടാകണം. അനേകർക്ക് ജീവനായി തീരേണ്ടതിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ഏറ്റെടുക്കുവാൻ. ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ത് ചെയ്തോ അതേപോലെ തന്നെ എന്റെ ക്രൂശ് ഏറ്റെടുത്തുകൊണ്ട് അതേ പ്രവൃത്തി തികയ്ക്കുവാൻ തക്കവണ്ണം നമുക്കൊരിക്കലും ഒരു പ്രായശ്ചിത്തമാകുവാൻ കഴിയുകയില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ എൻ്റെ ക്രോസ് എക്സ്പീരിയൻസിലൂടെയാണ് എനിക്ക് മറ്റുള്ളവർക്ക് ജീവനായി തീരേണ്ടതിന് എന്നെ തന്നെ ഒരു മുളയായി ചെടിയായി വളർത്തുവാൻ തക്കവണ്ണം കഴിയുന്നത്. എനിക്കൊരു തകർച്ച ആവശ്യമുണ്ട്. എൻ്റെ ഔട്ടർ സ്കിൻ തകരേണ്ടത് ആവശ്യമുണ്ട്. എത്ര പേർക്ക് ഹൃദയത്തിൽ തോന്നുന്നുണ്ട്, എൻ്റെ ഔട്ടർ സ്കിൻ ഭയങ്കര കട്ടിയുള്ളതാണ്, എൻ്റെ സെൽഫ് ഭയങ്കര കട്ടിയുള്ളതാണ്, അതൊന്ന് തകർന്നെങ്കിൽ മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? അത്ഭുതങ്ങളുടെ ലോകത്തിലൂടെ അല്ല, ക്രൂശിന്റെ മാർഗത്തിലൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി പുതിയ ഒരു ലോകത്തിലേക്ക് പ്രവേശനം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എൻ്റെ വിയർപ്പൊഴുക്കിയിട്ടല്ല, യേശുവിന്റെ രക്തം കൊണ്ട്. അവന്റെ രക്തം കൊണ്ട് എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. അവനോട് എന്നെ അവന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ കാലെടുത്ത് വെക്കുവാൻ തക്കവണ്ണം എന്നെ അധമ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ദൈവത്തിന്റെ ലോകത്തോട് സമീപസ്ഥമാക്കി തീർത്ത് അവന്റെ കൃപയ്ക്കായി നമുക്ക് അവന് സ്തോത്രം ചെയ്യാം. തന്നെയല്ല, അവൻ ശത്രുത്വം ഇല്ലാതെയാക്കി. ദൈവവും ഞാനും തമ്മിലുള്ള ശത്രുത്വം മാത്രമല്ല, എനിക്ക് ഇന്ന് ലോകത്തിൽ ആരും ശത്രുക്കളായിട്ടില്ല. എല്ലാ മനുഷ്യരെയും നിരപ്പിക്കുവാൻ, എന്നെ മറ്റുള്ളവരോട് നിരപ്പിക്കുവാൻ, മറ്റുള്ളവരെ എന്നോട് നിരപ്പിക്കുവാൻ, ശത്രുക്കളില്ലാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവര്, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ വന്ന് ശത്രു എന്ന് പറയുമ്പോൾ എന്റെ ശത്രു സാത്താൻ മാത്രമാണെന്ന് പറയാൻ എനിക്ക് കഴിയുമോ? എന്റെ അയൽക്കാരന്റെ ശത്രുക്കളല്ല, എന്റെ സഹോദരന്റെ ശത്രുവല്ല, എന്റെ സഭയിലെ വിശ്വാസത്തിന്റെ ശത്രുവല്ല, എന്റെ പാസ്റ്ററിന്റെ ശത്രുവല്ല, എന്റെ സെൻട്രൽ പാസ്റ്ററിന്റെ ശത്രുവല്ല, എനിക്ക് ആരും ശത്രുക്കളല്ല. ഹല്ലേലൂയ. കർത്താവ് നിരപ്പിച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് ഹൃദയത്തിന്റെ കയ്പ് വിട്ട് പറയാൻ കഴിയും, കർത്താവേ, എനിക്ക് ശത്രുക്കളില്ല, കർത്താവേ, എന്റെ ഈഗോയുടെ പുറന്തോട് നിന്ന് പൊട്ടിച്ചു കളയണമേ, കർത്താവ്, അതിൽ നിന്ന് ജീവൻ പുറത്തേക്ക് വരട്ടെ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. അവൻ നമ്മളെ കർത്താവിനോട്, ദൈവത്തോട് നിരപ്പിച്ചു, മറ്റുള്ളവരോട് നിരപ്പിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നിഷ്ഫലമായിരുന്ന എന്റെ വിയർപ്പിനെ തുടച്ചു കളഞ്ഞ് അവന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധമാക്കുന്ന അവസ്ഥയിൽ എത്ര പേരെന്ന് ദൈവസന്നിധിയിൽ, കർത്താവേ, എനിക്കൊരു തകർച്ച ആവശ്യമുണ്ട്, എനിക്കൊരു ബ്രോക്കൺനെസ് ആവശ്യമുണ്ട്. കർത്താവേ, ഗോതമ്പ് മണി തനിയെ ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ എനിക്ക് പലപ്പോഴും. അത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ഔട്ടർ സ്കിന്നോടുകൂടെ ഇരിക്കുക. കർത്താവേ, അതിനെ ഒന്ന് തകർക്കണമേ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നതിന്റെ മാഹാത്മ്യം എനിക്ക് മനസ്സിലാക്കണമേ. ലാസറിനെ ഉയർപ്പിക്കുന്നതിനേക്കാളും വലുതാണ് താഴെ വീണ് ചാകുന്നത് എന്ന പുതിയ പാഠം എന്നെ പഠിപ്പിക്കണമേ കർത്താവേ. പുതിയ നിയമത്തിന്റെ ആ പ്രവേശനം നൽകേണ്ടതിന് വേണ്ടി സ്വയം താഴെ വീണ് ചാകുവാൻ തയ്യാറായ യേശുവേ, ദൈവപുത്ര, അതേ മനോഭാവത്തോടുകൂടെ നിന്നെ അനുഗമിക്കുവാൻ തക്കവണ്ണം എന്നെ പഠിപ്പിക്കണമേ എന്ന് എത്ര പേര് പറയും? കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ തകർത്ത് കളയാം, നമ്മുടെ സ്വയത്തെ ഒന്നുകൂടെ തകർത്ത് കളയാം. ഒരു ഔട്ടർ സ്കിൻ പൊട്ടുന്ന ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടാകട്ടെ, അതിൽ നിന്ന് മുള പൊട്ടുന്ന ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടാകട്ടെ.
കർത്താവെ, ഞങ്ങൾ നിന്റെ സാന്നിധ്യത്തിലേക്ക് ഒരിക്കലൂടെ കടന്നു വരുന്ന കർത്താവെ, ഞങ്ങളുടെ സ്വയത്തിന്റെ ഔട്ടർ സ്കിൻ നിന്ന് പൊട്ടുന്ന ഒരു രാത്രിയായി തീരട്ടെ കർത്താവെ. കർത്താവെ, ഞങ്ങളെ ദൈവത്തോട് നിരപ്പിക്കുക മാത്രമല്ല, ഞങ്ങളുടെ സഹോദരങ്ങളോട് നിരപ്പിക്കുവാനായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ശത്രുത്വം ഇല്ലാതാക്കിയ നിന്റെ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിയർപ്പിന്റെ നിഷ്ഫല ലോകം കഴിഞ്ഞുവെന്നും ഇതാ കർത്താവെ, നിന്റെ രക്തത്താൽ ഞങ്ങൾക്കൊരു പുതിയ പ്രവേശനം ദൈവ സംസർഗത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ആ വലിയ ക്രോസ് എക്സ്പീരിയൻസിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, നിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്നത് പോലെ കർത്താവെ, ഞങ്ങളെ തന്നെ സ്വയമായി ഇല്ലാതെയാക്കുന്ന ആ സെൽഫിന്റെ ഡിനയലിന് വേണ്ടി ഒരിക്കലൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ എല്ലാ കൃപകൾക്കായും സ്തോത്രം. സർവ്വം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ.